വാഴ്ത്തപ്പെടുമാറാകട്ടെ. റേസ്ഡ് ആൻഡ് ഗ്ലോറി നൈറ്റ് പ്രയർ മിനിസ്ട്രീസ് ഒരുക്കുന്ന ഈ സൂം പ്ലാറ്റ്ഫോമിൽ കർത്താവിന്റെ വചനവുമായി ഇന്ന് രാത്രി ആയിരിക്കാൻ ഡിഫറെന്റ് ടൈം സോണിലായിരിക്കുന്ന പല പ്രിയപ്പെട്ടവരോട് ചേർന്ന് കർത്താവിനെ സ്തുതിക്കുവാനും കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കാനും ദൈവം ഒരുക്കി തരുന്ന നല്ല സാഹചര്യങ്ങൾക്കായി കർത്താവിന് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ എന്നെ മീറ്റിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്ത കർത്താവിന്റെ ദാസി പ്രിയ ക്രിസ്റ്റി സിസ്റ്റർ, കുടുംബം, മറ്റായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുകയാണ്. പ്രിയ സിസ്റ്റർ പറഞ്ഞുള്ളത് തന്നെ, ഞാനിപ്പോൾ ട്രിവാൻഡ്രത്തായിരിക്കുന്നു. എനിക്ക് പപ്പ, മമ്മി, ബ്രദർ, സിസ്റ്റർ ഉണ്ട്. വിവാഹം ചെയ്തിരിക്കുന്ന എൻ്റെ ഹസ്ബൻഡ് പേരാണ് ജോയൽ. ഇപ്പോൾ 1 മാസമായി ഡെലിവറി കഴിഞ്ഞിട്ട് കുഞ്ഞോടൊപ്പം നാട്ടിലായിരിക്കുന്നു. കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്തും കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ദൈവം തരുന്ന എല്ലാ അവസരങ്ങൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ആമേൻ. ദൈവം നമ്മളോട് ഇന്ന് രാത്രിയിൽ സംസാരിക്കും. ഞാൻ അറിഞ്ഞ തുടർമാനമായിട്ട് ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. മിഡ് നൈറ്റ് പ്രയർ. ഈ പ്രാർത്ഥന ഒരു ദൈവിക നിയോഗത്താൽ പരിശുദ്ധാത്മാവ് ആരംഭിച്ച ഈ കൂട്ടായ്മയ്ക്കകത്ത് ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. ഇന്ന് രാത്രിയിലും ദൈവത്തിന് നമ്മളോട് എന്താണോ സംസാരിക്കാനുള്ളത്, ആ ദൈവിക ആലോചനകൾ ഒരു മാനുഷിക വാക്കല്ല, മറിച്ച് ദൈവ ശബ്ദം, ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഇന്ന് രാത്രി കൈമാറാൻ വേണ്ടി ഒറ്റ വാക്കിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് കർത്താവിന് നന്ദി പറയുന്നു. പലരായിരിക്കുന്ന ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് ഇന്ന് രാത്രി അടുത്തു വരുന്നു. കർത്താവെ, കാദേശ് മരുവിനെ നടുക്കുന്ന ദൈവത്തിന്റെ ശബ്ദം, വനങ്ങളുടെ തോലുരിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം, കർത്താവെ, മാൻപേടകളെ പ്രസവിപ്പിക്കുമാറാക്കുന്ന ദൈവത്തിന്റെ ശബ്ദം, ഇന്ന് രാത്രി മാനുഷിക ശബ്ദമല്ല കർത്താവെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ ശബ്ദം ഞങ്ങളുടെ കാതുകളിൽ എത്തപ്പെടുമ്പോൾ അത് വെറും വാക്കുകളായിട്ട് മാത്രമല്ല, ഒരു വലിയ ദൈവ പ്രവൃത്തിയായി കേൾക്കുന്ന ഓരോ വ്യക്തികളിലും, ഞങ്ങളുടെ കുടുംബ അന്തരീക്ഷങ്ങളുടെ മേലും, ഞങ്ങളുടെ സാഹചര്യങ്ങളുടെ മേലും കർത്താവെ വചനത്തെ ഞങ്ങൾ കൈമാറുമ്പോൾ തന്നെ അതിന്റെ വിടുതലുകൾ പ്രാപിപ്പാൻ തക്കവണ്ണം ഒരുക്കമുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. അടുത്ത മിനിറ്റുകൾ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണമേ അപ്പ. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ദൈവിക ഇടപെടലുകൾ ഞങ്ങൾ ഇരിക്കുന്ന മുറിക്കകത്ത്, ഞങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളുടെ മധ്യേ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകുന്ന കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നപ്പ. ഞങ്ങളെ തന്നെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. മഹത്വത്തോടെ കർത്താവെ, ഇന്ന് രാത്രിയിലും ദൈവം ഞങ്ങളുടെ മേൽ കൈമാറുന്ന ദൈവിക പദ്ധതികൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരു നിയന്ത്രണവും പരിശുദ്ധാത്മാവ് എടുക്കും. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ക്രിസ്തുവിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ പ്രാർത്ഥനയെ പറ്റി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന ഒരു ദൈവവചന ഭാഗം നമുക്ക് വായിക്കാം. എസ്തറിന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാമോ? എസ്തർ ചാപ്റ്റർ 6 വേഴ്സ് 1. എസ്തറിന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. അന്ന് രാത്രി രാജാവിന് ഉറക്കം വരായികയാൽ അവൻ ദിനവൃത്താന്തങ്ങളെ കുറിച്ച് വെച്ചിരിക്കുന്ന പുസ്തകം കൊണ്ടുവരാൻ കൽപ്പിച്ചു. അത് രാജാവിനെ വായിച്ചു കേൾപ്പിച്ചു. ഒമ്മരപ്പടി വാരിക്കാൻ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവ ശബ്ദമാണ് ഇന്ന് രാത്രി സമയം നമ്മൾ വായിച്ചു കേട്ടത്. ഒത്തിരി നമ്മൾ വായിച്ചിട്ടുണ്ട്, ഒത്തിരി പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മൾ ലേഡീസ് എസ്തറിന്റെ പുസ്തകമൊക്കെ അതിന്റെ സാഹചര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് പലപ്പോഴും ദൈവസന്നിധിയിൽ പകർന്നതും പ്രാർത്ഥിച്ചതുമായിട്ടുള്ള വിഷയങ്ങളാണ്. എന്നാൽ കർത്താവ് എന്നോട് പറഞ്ഞത് ഇന്ന് രാത്രി ഈ പുസ്തകത്തിൽ നിന്ന്, എസ്തറിന്റെ പുസ്തകത്തിൽ നിന്ന് ഈ ദൈവവചന ഭാഗം ഷെയർ ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് എന്നോട് പറയാനിടയായിത്തീർന്നു. ഹല്ലേലൂയ. ഈ 7-ാം മാസത്തിന്റെ ഇവിടെ ഇപ്പം 17-ാമത്തെ ദിവസമാണല്ലോ. കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മളോട് സംസാരിക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ദൈവത്തിന്റെ വചനം എന്നോട് ഇടപെടും? ഹല്ലേലൂയ. എനിക്കിവിടെ 3 പേരെ മാത്രമേ മുഖം കാണാൻ ബാക്കി എല്ലാവരും വീഡിയോ ഓഫ് ആണ്. കഴിയുമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വീഡിയോ ഓൺ ചെയ്തിരിക്കുക. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ സഹോദരിമാരോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് സംസാരിക്കട്ടെ. ഇവിടെ എസ്തറിന്റെ പുസ്തകത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം ബൈബിളിൽ ഒരു ചെറിയ പുസ്തകമാണ്, പക്ഷെ വലിയ കാര്യം ദൈവം ചെയ്തിരിക്കുക. ഹല്ലേലൂയ. 10 ചാപ്റ്റേഴ്സ് മാത്രമേ ഇതിനകത്തുള്ളൂ. എന്നാൽ ചില അധ്യായങ്ങൾ ദൈവമക്കൾ അല്ലെങ്കിൽ ദൈവജനം പ്രതിസന്ധിയിലൂടെ കടന്നുപോയെങ്കിലും ചില അധ്യായങ്ങളിലേക്ക് എത്തപ്പെടുമ്പോൾ വലിയ ദൈവപ്രവൃത്തി ദൈവജനത്തിന്റെ നടുവിൽ ദൈവം അയക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. പിശാച്, ശത്രുവാകുന്നവൻ ദൈവജനത്തെ നശിപ്പിച്ചു കളയുവാൻ, മുടിച്ചു കളയുവാൻ എഴുന്നേറ്റ സാഹചര്യത്തിൽ ദൈവം എന്നൊരു പദം നമുക്ക് എസ്തറിന്റെ പുസ്തകത്തിൽ കാണാൻ കഴിയുന്നില്ല. എങ്കിൽ പോലും ദൈവത്തിന്റെ കരം ഇറങ്ങി നിന്ന്
പ്രവർത്തിക്കുന്ന ഒരു പുസ്തകമാണ് ഈ എസ്തേറിന്റെ പുസ്തകം. ഹല്ലേലൂയ. ഇതിനകത്തെ ആമേൻ 6-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യമാണല്ലോ നമ്മൾ വായിച്ചു കേട്ടത്. വചനം ഇങ്ങനെ പറയുന്നു, അന്ന് രാത്രി രാജാവിന് ഉറക്കം വരായികയാൽ അവൻ ദിനവൃത്താന്തങ്ങൾ കുറിച്ചു വച്ചിരിക്കുന്ന പുസ്തകം കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അത് രാജാവിനെ വായിച്ചു കേൾപ്പിച്ചു. അപ്പൊ 1-ാമത്തെ വേർഡ് എഴുതിയിരിക്കുന്ന അന്ന് രാത്രി. ഹല്ലേലൂയ. ഇതൊരു രാത്രി മീറ്റിംഗ് കൂടെ ആയതുകൊണ്ട് അതിനെ റിലേറ്റ് ചെയ്തുകൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കട്ടെ. ആമേൻ. അന്ന് രാത്രി എന്ന് പറയുമ്പോൾ നമുക്കൊരു ചോദ്യമുണ്ട്, എന്ന് രാത്രി എന്താണ് അവിടെ സംഭവിച്ചത്? എന്തിന്റെ കാരണം കൊണ്ടാണ് വചനം അന്ന് രാത്രി എന്ന് 6-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് എഴുതി തുടങ്ങിയത്? 5-ാമത്തെ അധ്യായം വായിച്ചാലേ അന്ന് രാത്രിയുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഈ 5-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, എസ്തേർ 3 ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്തു. എന്തുമായിക്കൊള്ളട്ടെ, ഞാൻ എന്റെ ജനത്തിന് വേണ്ടി പുറപ്പെടും. ഹല്ലേലൂയ. പ്രതിസന്ധിയും തീർപ്പും രേഖകളും എല്ലാം വിവിധ സംസ്ഥാനങ്ങളിലേക്ക് പുറപ്പെട്ടിരിക്കുമ്പോഴും അതിന്റെ നടുവിൽ ഒരു സഹോദരി 4-ാം അധ്യായത്തിൽ ഒരു ഫാസ്റ്റിംഗ് ഇരുന്നു. അവൾ ഒരു തീരുമാനം എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ. അങ്ങനെ മോർദെഖായി ചെന്ന് എസ്തേർ കൽപ്പിച്ചതുപോലെ ഒക്കെയും ചെയ്തു. അവളൊരു തീരുമാനം എടുക്കുകയാണ്, ഞാൻ രാജാവിന്റെ മുൻപിലേക്ക് ചെല്ലും വിത്തൗട്ട് പെർമിഷൻ. അനുവാദം കിട്ടിയിട്ടല്ല, കൽപ്പന കിട്ടിയിട്ടല്ല, പക്ഷെ പ്രാർത്ഥനയുടെ മുമ്പിൽ ഒരു പ്രത്യേക ധൈര്യം. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ മുൻപിൽ അവൾ പ്രാർത്ഥിച്ചെഴുന്നേൽക്കുമ്പോൾ ഒരു രാജകൽപ്പന ഇല്ലാതെ ഒരിക്കലും ഒരു രാജാവിന്റെ അടുക്കലേക്ക് ചെല്ലുവാൻ അനുവാദമില്ല. പക്ഷെ പ്രാർത്ഥനയ്ക്കകത്ത് അവൾക്കൊരു നിയോഗം പരിശുദ്ധാത്മാവ് കൊടുക്കുകയാണ്, ദൈവം കൊടുക്കുകയാണ്, എന്റെ ജനത്തിന് വേണ്ടി നീ പുറപ്പെടണം. ഹല്ലേലൂയ. ഇവിടെ കൂട്ടിന് മോർദെഖായി കൂടെ ചെന്നിട്ടില്ല, ഇവൾ ഒറ്റയ്ക്കാണ് പുറപ്പെടുന്നത്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ വാക്കനുസരിച്ച് രാജാവിന്റെ മുൻപിലേക്ക് ഇവൾ ചെല്ലുമ്പോൾ രാജാതി രാജാവായ കർത്താവായ ദൈവം, അവൾ ആശ്രയിക്കുന്ന സർവശക്തനായ ദൈവം അവളുടെ കൂടെ ഇരിക്കുന്നത് കൊണ്ട് രാജാവ് അവളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എസ്തേർ രാജ്ഞിയെ, നിനക്ക് എന്താ വേണ്ടുന്നത്? രാജ്യത്തിന്റെ പാതിയോളം വേണേലും ഞാൻ നിനക്ക് തരാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പ്രിയ സഹോദരിമാർ, ഒരുമിച്ച് നമ്മൾ ആയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നമ്മൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒത്തിരി വിഷയങ്ങളുണ്ട്. ഹല്ലേലൂയ. നമ്മൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ സഭയ്ക്ക് വേണ്ടി, നമ്മുടെ ദേശത്തിന് വേണ്ടി, നമ്മുടെ രാജ്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ തലമുറകൾക്ക്, കുടുംബങ്ങൾക്ക്, നമ്മളോട് ചേർന്ന് നിൽക്കുന്ന പ്രിയപ്പെട്ടവർ, ഇങ്ങനെ ഒത്തിരി ഒത്തിരി വിഷയങ്ങളുടെ നടുവിൽ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നതിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, അതിന്റെ നടുവിൽ നീ എഴുന്നേൽക്കണം. ഹല്ലേലൂയ. അതിന്റെ നടുവിൽ നിന്നിലൂടെ ഒരു വിടുതൽ, അത് നിനക്ക് മാത്രമുള്ളതല്ല, ഒരു വലിയ ജനതയ്ക്ക് വേണ്ടി, ഒരു വലിയ കൂട്ടത്തിനു വേണ്ടി. നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് മാത്രമല്ല എസ്തേർ നീ 3 days ഫാസ്റ്റിംഗ് എടുത്തത്. നീ ദൈവസന്നിധിയിൽ എട്ടുടുത്ത് വെണ്ണയിലിരുന്ന് പ്രാർത്ഥിച്ചത് നിന്റെ ദേശത്തിന്റെ വിടുതലിന് വേണ്ടിയിട്ടാ, നിന്റെ ജനത്തിന്റെ വിടുതലിന് വേണ്ടിയിട്ടാ. ഈ പ്രാരംഭത്തിൽ തന്നെ ഞാൻ ആത്മാവിൽ ഒരു ദൈവ ശബ്ദത്തെ കൈമാറാം. ഒറ്റയ്ക്ക് ദൈവത്തിന്റെ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥനകൾ വെറുതെയല്ല. ഹല്ലേലൂയ. നമ്മുടെ ഉപവാസങ്ങൾ വെറുതെയല്ല, നമ്മളുടെ കണ്ണുനീരുകൾ വെറുതെയല്ല, ചില ദിവസങ്ങൾ നീ വേറിട്ട് മാറിയിരുന്ന് ദൈവസന്നിധിയിൽ നിലവിളിച്ചത് വെറുതെയല്ല. അതിനൊരു റിസൾട്ട് പരിശുദ്ധാത്മാവ് തരാൻ പോവുകയാണ്. അതിനൊരു മറുപടി ദൈവത്തിന്റെ ആത്മാവ് തരുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. ഈ 5-ാമത്തെ അധ്യായത്തിൽ എസ്തേർ പുറപ്പെട്ട് രാജകൊട്ടാരത്തിലേക്ക് ചെല്ലുന്നു. അവൾ ഒരു റിക്വസ്റ്റ് അങ്ങോട്ട് പറയുകയാണ് രാജാവിനോട്, രാജാവേ, ഞാനൊരു വിരുന്നൊരുക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഞാനൊരു വിരുന്നൊരുക്കുന്നുണ്ട്, ഈ വിരുന്നിന് നീ വരണം. ഹല്ലേലൂയ. അതിനുവേണ്ടി ഹാമാനെയും കൂടെ കൂട്ടുന്നുണ്ട്. എന്നാൽ ഹാമാന്റെ ഹൃദയത്തിനകത്ത് 9-ാമത്തെ വാക്യം, 5-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അന്ന് ഹാമാൻ സന്തോഷവും ആനന്ദവും ഉള്ളവനായി പുറപ്പെട്ടു പോയി. എന്നാൽ രാജാവിന്റെ വാതിക്കൽ മോർദെഖായി എഴുന്നേൽക്കാതെയും തന്നെ കൂസാക്കാതെയും ഇരിക്കുന്നത് കണ്ട് ഹാമാൻ മോർദെഖായിയുടെ നേരെ കോപം നിറഞ്ഞു. നോക്കണം, അടുത്ത വിഷയം വരികയാണ്. ബാങ്ക്വറ്റിനൊക്കെ, വിരുന്നിനൊക്കെ വിളിച്ചതിന് ശേഷം ഹാമാന്റെ ഹൃദയത്തിനകത്ത് വല്ലാത്തൊരു അസ്വസ്ഥത. എന്താ? മോർദെഖായി പടിവാതിക്കൽ ഇരിക്കുക, അവൻ ഇവനെ ബഹുമാനിക്കുന്നില്ല, വേണ്ടുന്നത്ര ഹോണറിംഗ് ഒന്നും ലഭിക്കാത്ത കാരണത്താൽ, ഒരു കാരണവും ഇല്ലാതെ അവനെ കൂശാക്കാത്തതിന്റെ കാരണത്താൽ ഇവനെ നശിപ്പിച്ചു കളയുവാൻ ഒരു പ്ലാൻ, ഒരു പദ്ധതി ദൈവജനത്തിന് വിരോധമായിട്ട് എഴുന്നേൽക്കുന്നു. എന്നാൽ ഈ ഹാമാൻ ഈ മോർദെഖായി നശിപ്പിക്കാൻ തക്കവണ്ണം ഇവന്റെ ഹൃദയത്തിനകത്തേക്ക് ഒരു കയ്പ്, ഒരു വിദ്വേഷം, ഒരു ഇടർച്ച, ഒരു പിണക്കം അവന്റെ ഹൃദയത്തിനകത്തേക്ക് വരികയാ. 13-ാമത്തെ വാക്യത്തിൽ വീണ്ടും അത് ആവർത്തിച്ചു പറയുന്നു, എങ്കിലും യഹൂദനായ മോർദെഖായി രാജാവിന്റെ വാതിക്കൽ ഇരിക്കുന്നത് കാണുന്നിടത്തോളം ഇതൊന്നും കൊണ്ട് എനിക്ക് ഒരു തൃപ്തിയുമില്ല എന്ന് ഹാമാൻ പറഞ്ഞു.
ഹല്ലേലൂയ. എന്തൊക്കെ കിട്ടിയാലും ഉന്നത പദവിയിൽ ഇരുന്നിട്ടും അവിടുത്തെ മന്ത്രിസ്ഥാനം വഹിച്ചിട്ടും ഈ മോർദ്ദെഖായി എന്ന് പറയുന്ന പ്രാർത്ഥിക്കുന്ന ദൈവമനുഷ്യൻ ഈ രാജകൊട്ടാരത്തിന്റെ പടിവാതിക്കൽ ഇരിക്കുന്നത് ഈ ഹാമാൻ അത്ര ഇഷ്ടപ്പെടുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ ആത്മതലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം മോർദ്ദെഖായി വെറുതെ വന്നിരിക്കുകയല്ല, ഒരു ദൈവിക പദ്ധതിക്ക് വേണ്ടി വന്നിരിക്കുക. ഹല്ലേലൂയ. എവിടോ കിടന്നവനാ. അമേൻ. വലിയ ശ്രേഷ്ഠതയൊന്നും പറയാനില്ല. അമേൻ. ചിറ്റപ്പനായിട്ട് എസ്തറിന്റെ കൂടെയുള്ള വ്യക്തിയാ. പക്ഷേ അമേൻ ഈ പടിവാതിക്കൽ വന്നിരിക്കുമ്പോൾ ഹാമാന്റെ ഹൃദയത്തിനകത്ത് എന്ത് ചെയ്യണം, ഇവനെ എങ്ങനെ നശിപ്പിക്കണം, എങ്ങനെ ഇല്ലാതാക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അതിന് അവന്റെ ഭാര്യ സേരസും അവന്റെ സകല സ്നേഹിതന്മാരും അവനോട് പറയുകയാണ്, 50 മുഴം ഉയരമുള്ള ഒരു കഴുകുമരം ഉണ്ടാക്കട്ടെ, മോർദ്ദെഖായെ അതിന്മേൽ തൂക്കിക്കളയേണ്ടതിന് നാളെ രാവിലെ നീ രാജാവിനോട് അപേക്ഷിക്കണം, പിന്നെ നിനക്ക് സന്തോഷമായി രാജാവിനോടുകൂടെ വിരുന്നിന് പോകാമെന്ന് പറഞ്ഞു. ഈ കാര്യം ഹാമാനെ ബോധിച്ചു. അവൻ കഴുകുമരം ഉണ്ടാക്കിച്ചു. ഹല്ലേലൂയ. ഇവിടെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം അന്ന് രാത്രി എന്ന് പറയുമ്പോൾ ഏത് ദിവസത്തിന്റെ രാത്രിയാണെന്ന്. ഹല്ലേലൂയ. അത് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അമേൻ, നാളെ രാവിലെ നീ രാജാവിനോട് അപേക്ഷിക്കണം. പ്രിയപ്പെട്ടവരെ, ഒരു വലിയ പ്ലാൻ നിരൂപിച്ചിട്ട് ഒരു 50 മുഴം നീളമുള്ള കഴുകുമരം ഉണ്ടാക്കി ഹാമാൻ മോർദ്ദെഖായെ കൊന്നുകളയാൻ, അതിനകത്ത് തൂക്കിക്കളയുവാൻ തക്കവണ്ണം പ്ലാൻ നിരൂപിക്കുമ്പോൾ നാളെ രാവിലെ രാജാവിനോട് ഈ പ്ലാൻ ചെന്ന് പറയാൻ പോകുന്നതിന്റെ തലേ രാത്രി, ഹല്ലേലൂയ, ആ രാത്രി, അമേൻ, എന്നാണോ പിശാച് അമേൻ ഹാമാന്റെ കുടുംബത്തിനകത്ത് ദൈവജനത്തെ നശിപ്പിക്കാൻ, അല്ലെ മോർദ്ദെഖായെ കൊന്നുകളയാൻ പ്ലാൻ ഒരുക്കുന്നേ, അതേ രാത്രിയിൽ തന്നെ ദൈവത്തിന്റെ ഇടപെടിയിൽ അടുത്ത മണിക്കൂർ പ്രഭാതമാകുന്നതിന് മുൻപ് തന്നെ രാജാവിന്റെ ഹൃദയത്തെ പരിശുദ്ധാത്മാവ് തൊടുവാനായിട്ടിടയായിത്തീർന്നു. അന്ന് രാത്രിയിൽ രാജാവിന് ഉറക്കം വന്നില്ല. അതാ നമ്മൾ വായിച്ചു കേട്ട വാക്യം, അന്ന് രാത്രി രാജാവിന് ഉറക്കം വരായികയാൽ അവൻ ദിനവൃത്താന്ത പുസ്തകം എടുത്തു വായിപ്പാനിടയായിത്തീർന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒറ്റ വചനം ഇതാണ്, അമേൻ, പ്രതിസന്ധിയുടെ രാത്രികൾ, ഹല്ലേലൂയ, അമേൻ, നാം കടന്നുപോയ വേദനയുടെ സാഹചര്യങ്ങൾ ജീവിതത്തിനകത്ത് നമ്മളോട് എല്ലാവരോടും ചോദിച്ചു, നമുക്ക് എല്ലാവർക്കും ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട് പറയാൻ. ആമേൻ. ദൈവം നടത്തിയ വഴികൾ, കൈവിട്ടുപോയി ഇനി പ്രതീക്ഷിക്കാൻ ഒരു വകയുമില്ലെന്ന് പറഞ്ഞ് എല്ലാം ഹോപ്പ്ലെസ് ആയ സിറ്റുവേഷനകത്തും ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിച്ച പല സാഹചര്യങ്ങളുടെ അനുഭവങ്ങൾ പറയാൻ നമുക്കുണ്ട്. എന്നാൽ ഇന്ന് രാത്രി കർത്താവ് പറയുകയാണ്, വേദനയുടെ രാത്രികളിലൂടെ നീ കടന്നുപോയെങ്കിൽ അമ്മ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അടുത്തൊരു പ്രഭാതം പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എത്ര പേർ ഇതിനെ ആത്മാവിൽ സ്വീകരിപ്പാനായിട്ട് റെഡി ാണ്. ഈ ദൂതിനെ എത്ര പേർക്ക് ആത്മാവിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇന്ന് രാത്രി കർത്താവേ, അമൻ, പിശാചി എത്ര ഇരുട്ടിന്റെ ആധിപത്യങ്ങൾ, ഇരുട്ടിന്റെ സ്വാധീനങ്ങൾ, അന്ധകാര മണ്ഡലങ്ങൾ, പൈശാചിക മേഖലകൾ അമൻ ഒരു ആത്മീയ മനുഷ്യനെ സംബന്ധിച്ച് എത്ര എതിരായി പ്രവർത്തിച്ചാലും, എത്ര പ്രവണതകൾ ഉയർത്തിയാലും, എത്ര നിന്ദയുടെ വാക്കുകൾ അമേൻ പറഞ്ഞു പരത്തിയാലും, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുക, ഒരു സൈഡിൽ 5-ാം അധ്യായത്തിനകത്ത് ദൈവത്തിന്റെ ഭക്തനെ നശിപ്പിച്ചു കളയാൻ നോക്കുമ്പോൾ അതേ രാത്രി, അന്ന് രാത്രി തന്നെ അടുത്ത പുലർച്ചെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ്, ഒന്നുകൂടെ പറഞ്ഞാൽ അമൻ, ഹാമാൻ തന്റെ ഇഷ്ടം വന്ന് രാജാവിനോട് പറയുന്നതിന് മുൻപ് തന്നെ ആ രാത്രിയുടെ മണിക്കൂറുകളെ ദൈവത്തിന്റെ സമയമാക്കി പരിശുദ്ധാത്മാവ് മാറ്റാനിടയായി തീർന്നു. ഇന്നു രാത്രി വിശ്വസിക്കാൻ റെഡിയാണോ? അമൻ, ദൈവത്തിന്റെ സമയത്തിൽ, ദൈവത്തിന്റെ സമയത്തിനകത്ത്, മനുഷ്യന്റെ സമയത്തിലല്ല ദൈവം ദൈവജനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അമൻ, ദൈവത്തിന് പ്രവർത്തിക്കാൻ ദൈവത്തിൻ്റെതായ സമയമുണ്ട്. ആ സമയത്തെ ആർക്കും തടയാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ പ്രവൃത്തിയുടെ സമയത്തെ ഈ ലോകത്തിലെ ഒരു അധികാരത്തിനും ഒരു മാനുഷിക വ്യക്തികൾക്കും അമേൻ ഒരു പൈശാചിക ലോകത്തിനും ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയത്തെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല. ദൈവം ഇറങ്ങി നിന്ന് ഓൺ ടൈം, ഡ്യൂ ടൈം, അപ്പോയിന്റഡ് ടൈം, ദൈവത്തിന്റെ കൈറോസ് ടൈമിനകത്ത് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ചിലത് ചെയ്തെടുക്കാനിടയായി തീരും. ഈ മിഡ് നൈറ്റ് പ്രയറിനകത്ത് അമേൻ, ഈ പ്രാർത്ഥനയുടെ യാമങ്ങൾക്കകത്ത്, ഈ പ്രാർത്ഥനയുടെ സമയത്തിനകത്ത് ദൈവാത്മാവിനാൽ ക്രമീകരിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥനയുടെ മണിക്കൂറുകളിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയാൻ പറയുന്നു, അമൻ, ഇതിനകത്ത് കയറിയിരിക്കുന്ന ഈ അമൻ ഓരോ ഡിവൈസിനെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുകയാണ്, ഈ മണിക്കൂറുകളിൽ നിങ്ങൾ വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ ഞാൻ ആത്മാവിൽ പറയട്ടെ, നമുക്ക് വേണ്ടി സ്വർഗം ചില ഹൃദയങ്ങളെ ഉണർത്താൻ പോകുകയാ. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി സംസാരിക്കേണ്ട ചില വ്യക്തികളോട് സംസാരിക്കാൻ. അമേൻ. നീ പറഞ്ഞാൽ ഒരിക്കലും അതിന് റിസൾട്ട് ഉണ്ടാകത്തില്ലായിരിക്കാം. നമ്മൾ ഒരിക്കലും അമേൻ സംസാരിച്ചാൽ അതിനൊരു പരിഹാരം ഉണ്ടാകത്തില്ലായിരിക്കാം. എന്നാൽ കർത്താവ് പറയാ, ഉണർത്തേണ്ട ഹൃദയത്തെ ഞാൻ ഉണർത്തും. ഹല്ലേലൂയ.
നിനക്ക് വേണ്ടി സംസാരിപ്പിക്കേണ്ടവരെ ഞാൻ സംസാരിപ്പിക്കും. നിനക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കേണ്ടവരെ ഞാൻ എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. ആമേൻ. ഹാമാൻ വിചാരിച്ചിരിക്കുക നാളെ രാവിലെ ആകട്ടെ, ആമേൻ, സൂര്യൻ ഉദിച്ചോട്ടെ, ആമേൻ, ഇവനെ നശിപ്പിക്കാനുള്ള പ്ലാൻ എന്റെ കയ്യിലുണ്ട്, ഇവനെ ആമേൻ ഇല്ലാതാക്കാനുള്ള പ്ലാൻ എന്റെ കയ്യിലുണ്ട്. വലിയ പ്ലാനൊക്കെ മെനഞ്ഞ് കുടുംബം മുഴുവനും ചേർന്ന് ആലോചിച്ച് ദൈവഭക്തന് വേണ്ടി എഴുന്നേറ്റ് വരുമ്പോൾ അന്ന് രാത്രി ദിനവൃത്താന്ത പുസ്തകം എടുത്ത് വായിക്കാതെ രാജാവിന് ഉറക്കം വന്നില്ല. ആമേൻ. എടുത്തു വായിച്ചപ്പോൾ അവിടെ വേറെ ആരുടെയും പേരല്ല ദൈവം വെളിപ്പെടുത്തിയത്. അവിടെ ഇതാ പേര് ദൈവം സ്വർഗം വെളിപ്പെടുത്തി, മോർദെഖായി. ഹല്ലേലൂയ. മോർദെഖായി. ഇന്ന് രാത്രി ആമേൻ, നിനക്കുള്ള വിടുതൽ അത് ആള് മാറി പോകത്തില്ല. ഹല്ലേലൂയ. നിനക്കുള്ള വിടുതൽ അത് അപ്പുറത്തെ വീട്ടിലോട്ടല്ല, ഇപ്പുറത്തെ ഫാമിലി അല്ല, നിന്നെ തേടി നിനക്ക് വേണ്ടി തന്നെ ഓൺ ടൈം ആമേൻ പരിശുദ്ധാത്മാവ് നിന്നെ തേടി ആ ദൈവിക വിടുതലിന്റെ കരത്തെ ദൈവം അയക്കുവാൻ ആഗ്രഹിക്കുകയാ. ആമേൻ. 5-ാം അധ്യായം 6 അവസാനത്തെ വാക്യത്തിനകത്ത് മോർദെഖായിയുടെ പേര് പറഞ്ഞ് അവനെ നശിപ്പിക്കാൻ നോക്കുമ്പോൾ 6-ാം അധ്യായത്തിൽ ഒരുവന്റെ ഉറക്കത്തെ കെടുത്തിയിട്ട് ദൈവം പറയട ദിനവൃത്താന്ത പുസ്തകം എടുക്ക. ആമേൻ. കഴിഞ്ഞ നാളുകളിൽ എന്തോ ചെയ്തൊരു ആമേൻ നല്ല കാര്യമുണ്ട്, അതിന് ഇതുവരെ അവന് പ്രതിഫലം കിട്ടിയിട്ടില്ല, അവന് വേണ്ടുന്ന ഹോണറിങ് കിട്ടിയിട്ടില്ല, അവന് വേണ്ടുന്ന ബഹുമാനം കിട്ടിയിട്ടില്ല, അവന് വേണ്ടുന്ന പദവി കിട്ടിയിട്ടില്ല. അവന് വേണ്ടി നീ എന്തെങ്കിലും ചെയ്യണം, അവന് വേണ്ടി നീ എന്തെങ്കിലും ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ആ വാക്ക്, ആ പേര് രാജാവിന്റെ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ രാജാവ് പറയാ, പുറത്താരെങ്കിലും നിപ്പുണ്ടോ? ഹല്ലേലൂയ. പുറത്താരെങ്കിലും നിൽപ്പുണ്ടോ? അവൻ നോക്കിയിട്ട് പറഞ്ഞു, ഉണ്ട്, ഹാമാൻ ഉണ്ട്. ഹാമാൻ വന്ന് നിൽക്കുകയാ. അവൻ വെറുതെ വന്ന് നിന്നതല്ല പ്രിയപ്പെട്ടവരെ, കൂടിച്ചേർന്ന് ആലോചിച്ച പ്ലാൻ വന്ന് രാജാവിനെ ബോധിപ്പിക്കാൻ നിൽക്കുകയാ. ഹല്ലേലൂയ. മോർദെഖായിയെ നശിപ്പിക്കാൻ ഹൃദയത്തിനകത്ത് പ്ലാൻ മെനഞ്ഞിട്ട് ഒരുവൻ പുറത്തു നിൽക്കുമ്പോൾ സർവശക്തനായ ദൈവം ആ പ്ലാനിനെ അങ്ങ് തിരിച്ചു. ഹല്ലേലൂയ. ദൈവം ആ പ്ലാനിനെ അങ്ങ് തിരിച്ചിട്ട് പറഞ്ഞു, ആ പുറത്ത് നിൽക്കുന്ന ഹാമാനെ ഇനി കൊണ്ടുപോവാ, അവനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. രാജാവ് ചോദിക്കുക, ഹാമാനെ, രാജാവ് ബഹുമാനിക്കാനിരിക്കുന്ന പുരുഷന് എന്തൊക്കെ കൊടുക്കണം? നമ്മൾ ഈ വചനം പറയുമ്പോൾ ആ ഒരു സിറ്റുവേഷനും കൂടെ നമ്മുടെ ഹൃദയത്തിലൂടെ കടന്നു പോകണം. പ്രിയപ്പെട്ടവരെ, 5-ാം അധ്യായത്തിൽ ഒന്നുകൂടെ ഞാൻ പറയാം, 5-ാം അധ്യായത്തിന്റെ ലാസ്റ്റ് വാക്യത്തിൽ പറയുക, മോർദെഖായിയെ നശിപ്പിക്കണം. ഹാമാൻ കഴുകുമരത്തിനുള്ള എല്ലാ പ്ലാനുകളും പ്രിപ്പയർ ചെയ്തു. അത് പറയാൻ അടുത്ത രാവിലെ വന്ന് നിൽക്കുകയാ, അടുത്ത ദിവസം വന്ന് നിൽക്കുകയാ. അന്ന് രാത്രി ദൈവം രാജാവിന്റെ ഹൃദയത്തിനകത്ത് മോർദെഖായിയുടെ പേര് കൊടുത്തിട്ട് ദൈവം പറയുകയാ, നീ അവനെ ഹോണർ ചെയ്യണം. ഹല്ലേലൂയ. മരിക്കാൻ, അവനെ അവസാനിപ്പിക്കാൻ, അവനെ കൊന്നുകളയാൻ, തീർത്തു കളയാൻ രേഖ എഴുതി അതിനുള്ള പ്ലാൻ സെറ്റപ്പ് ചെയ്തു. കഴുകുമരം റെഡിയാക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത്, മോർദെഖായിയെ, നീ അവൻ മരിക്കാനുള്ളവനല്ല, നീ മാനിക്കപ്പെടാനുള്ളതാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേ, നീ അവസാനിക്കാനുള്ളവനല്ല, നീ ചിലതിന് ആരംഭം കുറിക്കാനുള്ളവനാ. ഹല്ലേലൂയ. നീ നിന്ദിക്കപ്പെടേണ്ടവനല്ല, നിന്റെ തലയെ ഞാൻ ഉയർത്താൻ പോകുകയാ. ഹല്ലേലൂയ. കഴുകുമരത്തിൽ തല താഴ്ത്തുമെന്ന് പിശാച് മറുസൈഡിൽ വെല്ലുവിളിക്കുമ്പോൾ രാജ കൊട്ടാരത്തിനകത്ത് തല ഉയർത്തുവാനാ ഞാൻ നിന്നെ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആമേൻ, നീ പടിവാതിക്കൽ കിടക്കുന്നത് വെറുതെ അല്ല, നീ പടിവാതിക്കൽ നിന്ന് കൊട്ടാരത്തിനകത്തേക്ക് നിനക്കൊരു എൻട്രി ഉണ്ട്. ഹല്ലേലൂയ. എന്നും നീ പടിവാതിക്കൽ കിടന്ന് ഹാമാന്റെ വാക്ക് കേട്ട് നിന്ദിക്കപ്പെടാനുള്ളവനല്ല നീ. നിന്റെ സമയം വരുമ്പോൾ, പ്രതിസന്ധിയുടെ ദൈർഘ്യം വർദ്ധിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, ആമേൻ, നിനക്ക് ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ പ്രമോഷനിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ കരം പിടിക്കുന്ന ടൈമാ. ഇന്ന് രാത്രി വേദനയോടെ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, എന്റെ വിഷയത്തിന് ഒരിക്കലും വിടുതൽ ഉണ്ടാകത്തില്ല. ആമേൻ. ഞാൻ പ്രാർത്ഥിച്ചിട്ട് പലപ്പോഴും പ്രാർത്ഥിച്ചു മടുത്തു, കർത്താവേ, എനിക്ക് ഇതിനകത്തുനിന്ന് പുറത്തു വരാൻ കഴിയത്തില്ലെന്നോർത്ത് ആരെങ്കിലും വേദനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുകയാ, നിനക്ക് വേണ്ടി സെപ്പറേറ്റ് ആയി ഒരു ടൈം ദൈവം ഒരുക്കുന്നുണ്ട്. നിന്നെ മാത്രം വിളിച്ച് ബഹുമാനിക്കുന്ന, നിന്നെ മാത്രം വിളിച്ച് നീ ആരെന്ന് വെളിപ്പെടുത്തി കാണിക്കുന്ന ഒരു ടൈം ഇന്ന് രാത്രി സ്വർഗം ചിലർക്ക് വേണ്ടി സെറ്റ് ചെയ്യുക. ഈ യാമത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രിയ അഭിഷക്തമാരോട് എനിക്ക് പറയാനൊരു ദൈവ ശബ്ദമുണ്ട്. യുവർ ടൈം ഈസ് കമ്മിങ്. നിന്റെ സമയം വരുന്നു. നിനക്ക് വേണ്ടി ദൈവം കൽപ്പിച്ചാക്കി വെച്ച ദൈവത്തിന്റെ സമയം വരികയാ. ഹല്ലേലൂയ. പടിവാതിക്കൽ ഇരുന്നാൽ ആരും നോക്കണമെന്നില്ല, ആരും ബഹുമാനിക്കണമെന്നില്ല, ആരും റെസ്പെക്ട് കൊടുക്കണമെന്നില്ല. അവനെ കണ്ടിട്ട് കാണാത്തവരെ പോലെ പോകും. പക്ഷേ ഒരു ദിവസം രാത്രി കഴിഞ്ഞപ്പോൾ ദൈവം അങ്ങ് തീരുമാനിച്ചു, ഹാമാനെ, ഇനി നിന്റെ പ്ലാൻ നടക്കത്തില്ല, ഇനി നിന്റെ പദ്ധതികൾ നടക്കത്തില്ല. ഞാൻ എന്റെ മകനെ, ഞാൻ എന്റെ അമ്മേൻ മോർദെഖായിയെ ബഹുമാനിക്കാൻ തീരുമാനിച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, രാജാവിന്റെ ഹൃദയത്തെ ദൈവം ഉണർത്തി. ഇന്ന് രാത്രി ഞാൻ പറയാം, രാജാവിന്റെ ഹൃദയം നീർത്തോട് കണക്കെ ഇരിക്കുക. തനിക്കിഷ്ടമുള്ളതിനടുത്തേക്ക് ദൈവം അതിനെ തിരിക്കുന്നത്. ആമേൻ. ഈ വചനം പറയുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ചില അധികാരങ്ങൾ സംബന്ധിച്ച്, ചില ഗവൺമെന്റൽ സംബന്ധിച്ച്, ചില വിഷയത്തിനകത്ത്
പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്റെ ഇഷ്യൂ, നിന്റെ വിഷയം അത് ഡിലേ ആയി കിടക്കുന്ന, അതിനകത്ത് നിനക്ക് ചെയ്യാൻ കഴിയാത്ത ആ ഒരു പ്രോബ്ലം സോൾവ് ആയി കിടക്കാതെ അതിനെ വീണ്ടും വീണ്ടും അതിന്റെ ടൈമിങ്ങിനെ ഡിലേ ആക്കി കളയുന്ന ആ സാഹചര്യത്തെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ദൈവം നിനക്ക് വേണ്ടി ആ സമയത്തെ ഈ വചനം പറയുമ്പോൾ അതിനകത്തേക്ക് പരിശുദ്ധാത്മാവിന്റെ സമയത്തിലേക്ക് കൊണ്ടുവന്ന് ഒരു പൂർണ്ണ വിടുതൽ അതിനകത്ത് തരുവാൻ ദൈവം ഇതിനകത്ത് ചില കുടുംബങ്ങളിൽ ആഗ്രഹിക്കുകയാണ്. ഹാലലൂയ, ഹാലലൂയ. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ആമേൻ, ആമേൻ. മോർത്തിക്കായിക്ക് എന്ത് ബഹുമാനവും പദവിയും കൊടുക്കുവാൻ ദൈവം ആഗ്രഹിച്ചോ, ആമേൻ, അതാരെ കൊണ്ട് പറയിപ്പിച്ചു? അത് ശത്രുവിനെ കൊണ്ട് പറയിപ്പിച്ചു. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. കൊന്നുകളയാൻ പ്ലാൻ ഇട്ട് അതേ അതരം കൊണ്ട് തന്നെ ദൈവം പറയിപ്പിക്കുക, രാജാവ് ബഹുമാനിക്കാനിരിക്കുന്ന പുരുഷൻ എന്തൊക്കെ കൊടുക്കണമെന്ന്. അവനൊരു കാര്യം മനസ്സിലായി, ഞാനേ ബഹുമാനിക്കപ്പെടാൻ പോകുന്നുള്ളൂ, ഞാനേ രാജാവിന്റെ അടുത്ത ആള്, അതുകൊണ്ട് എനിക്കെല്ലാം കിട്ടുമെന്ന് പറഞ്ഞ് ഇവന്റെ മനസ്സിൽ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അത് മൊത്തം ഇവൻ പറഞ്ഞു. ഹല്ലേലൂയ, ആമേൻ. രാജാവിന്റെ മോതിരം വേണം, കുതിര വേണം, വസ്ത്രം വേണം, ആമേൻ. എല്ലാ റോയൽറ്റി, എത്രമാത്രം റോയൽറ്റി, എത്രമാത്രം രാജകീയമായതുണ്ടോ അതെല്ലാം പറഞ്ഞു. ഹല്ലേലൂയ. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ രാജാവ് അടുത്ത സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, പുറത്തൊരുവൻ ഇരിപ്പുണ്ട്, അവനെ നീ വിളിച്ചോണ്ട് വരണം. ഹല്ലേലൂയ, അവനെ നീ വിളിച്ചോണ്ട് വരണം, അവനെ നീ അതിനകത്ത് കയറ്റി എല്ലാ സെറ്റപ്പും റെഡിയാക്കി പട്ടണത്തിലൂടെ നീ വിളിച്ചു പറയണം, രാജാവ് ബഹുമാനിക്കാനിരിക്കുന്ന പുരുഷൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം ആരാ? ഹല്ലേലൂയ, നമ്മുടെ ദൈവം ആരാ? ശത്രുക്കളുടെ മുൻപാകെ മേശ ഒരുക്കുന്നവനാ എന്റെ ദൈവം. ഹല്ലേലൂയ, ആമേൻ. പിശാചും ശത്രുക്കളും ഒക്കെ വിചാരിക്കും നീ നിലംപരിചയായെന്ന്, നീ തകർന്നെന്ന്, നീ എന്നും ഇങ്ങനെ കിടക്കുമെന്ന്, അല്ലെ നിന്റെ ജീവിതത്തിനകത്ത് മാറ്റങ്ങൾ ഉണ്ടാകത്തില്ലെന്ന്. പക്ഷെ കർത്താവ് പറയുക, ദൈവം നിന്നെ ഒന്ന് മാനിപ്പാൻ അവൻ തീരുമാനിച്ചാൽ, ദൈവം നിന്നെ ഒന്ന് ഉയർത്തുവാൻ തീരുമാനിച്ചാൽ, അവൻ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തുന്ന ദൈവമാ. ഇന്ന് രാത്രി വിശ്വസിക്ക്, നമ്മുടെ സ്ഥിതിയും നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കൊക്കെ മറുപടി തരാൻ എന്റെ ദൈവത്തിന് ഒറ്റ സെക്കൻഡ് മതി, ഒറ്റ സെക്കൻഡ് മതി. പ്രിയപ്പെട്ടവരെ, വിശ്വസിപ്പാൻ ഇന്ന് രാത്രി റെഡിയാണോ? ചിലരുടെ ലൈഫിനകത്ത് ദൈവത്താൽ വെളിപ്പെടുന്ന ചില ഹോണറിങ്ങുകളെ ദൈവം കൈമാറാൻ ആഗ്രഹിക്കുകയാ. ദൈവിക ബഹുമാനം, ഡിവൈൻ ഹോണർ. ഹല്ലേലൂയ, ദൈവികമായ ചില ബഹുമാതികൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിനകത്ത് തരും. അത് വരുമെന്ന് പിശാച് മുൻകൂട്ടി കണ്ടിട്ടാണ് നിന്റെ ജീവിതത്തിനകത്ത് ഇതുപോലെ പ്രതിസന്ധി. നിനക്ക് മാത്രമേ ഇങ്ങനെയുള്ളൂ നമ്മൾ ചിന്തിച്ചു, കർത്താവേ അതെ അവരെന്തുകൊണ്ടാണ് എന്റെ അടുത്ത് ഇങ്ങനെ കാണിക്കുന്നത്? ആ വ്യക്തികൾ എന്തുകൊണ്ട് എന്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചത്? പലപ്പോഴും നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന പല വാക്കുകളും നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുമ്പോൾ നമ്മൾ തളർന്നു പോകും. എന്നാൽ കർത്താവ് പറയുക, നീ മാനുഷികമായി കേൾക്കുന്ന ശബ്ദം കേട്ടിട്ട് ഇന്നു രാത്രി നീ തളർന്നും ക്ഷീണിച്ചും പോകാതെ, ദൈവം നിന്നോട് പറഞ്ഞ ദൈവ ശബ്ദം എന്തോ, ദൈവം നിന്നെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ മാനിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കർത്താവ് പറയുക, അത് തന്നെ നിന്റെ ലൈഫിൽ നടക്കത്തുള്ളൂ. ഹാമാൻ പറഞ്ഞ നെഗറ്റീവ് പ്ലാൻ അല്ല നിന്റെ ലൈഫിൽ നടക്കുന്നത്, മറിച്ച് സ്വർഗം നിനക്ക് വേണ്ടി കൈമാറിയ ദൈവിക വായ്ത്തത്വങ്ങൾ, ദൈവിക ആലോചനകൾ, ദൈവ ശബ്ദങ്ങളാണ് ഈ ദിവസങ്ങളിൽ ദൈവം നമ്മുടെ മേൽ കൈമാറാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യൻ പറഞ്ഞ വാക്കുകളെ ഇന്നു രാത്രി യേശുവിന്റെ നാമത്തിൽ അത് ക്യാൻസൽ ആയി പോകട്ടെ, അത് കാസ്റ്റ് ഔട്ട് ആയി മാറട്ടെ. യേശുവിൻ നാമത്തിൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറഞ്ഞ ദൈവ ശബ്ദത്തോട് ഇന്നു രാത്രി വീണ്ടും ഒന്ന് ആമേൻ പറയാൻ എത്ര പേർ റെഡിയാ? ഹല്ലേലൂയ. കർത്താവ് പറയുക, തുടർന്ന് തുടർന്ന് തുടർമാനമായി വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെട്ട വായ്ത്തത്വങ്ങൾ കേട്ടവർ ഇതിനകത്തിരിപ്പുണ്ട്. ഹല്ലേലൂയ. ഒറ്റവട്ടം കേട്ടവരല്ല, ഒരു വായ്ത്തത്വത്തെ റിപ്പീറ്റ് ആയിട്ട് തുടർച്ചയായി കേട്ടവർ ഇതിനകത്തുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നു, അത് കൺഫർമേഷൻ ആണ്, അത് നിന്റെ ലൈഫിനകത്ത് വേഗത്തിൽ സംഭവിക്കാൻ പോകുകയാ. ഹല്ലേലൂയ. അത് ദേശങ്ങളെ പറ്റിയായിരിക്കാം, നിന്റെ മിനിസ്ട്രി സംബന്ധമായിട്ടായിരിക്കാം, രാജ്യങ്ങളോടുള്ള ദൂതായിരിക്കാം, ശുശ്രൂഷ സംബന്ധിച്ചായിരിക്കാം, നിന്റെ തലമുറകളെ കുറിച്ചായിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. കർത്താവ് പറയുകയാണ്, തുടർമാനമായി കേട്ട വായ്ത്തത്വങ്ങൾ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നിവർത്തിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. കർത്താവ് ആഗ്രഹിച്ചു, എസ്തേറേ, മൊർദിഖായേ, എനിക്ക് നിങ്ങളെ ഒന്ന് ബഹുമാനിക്കണം, എനിക്ക് നിങ്ങളെ ഒന്ന് മാനിക്കണം. അതിനെ തടയാൻ ഒരു മന്ത്രിക്കും കഴിഞ്ഞില്ല. കൊട്ടാരത്തിലുള്ള ഒരു വ്യക്തികൾക്കും കഴിഞ്ഞില്ല. അത് ഞാൻ വിശ്വസിക്കുന്നു, അത് ഡയറക്റ്റ് സ്വർഗത്തിൽ നിന്ന് വന്ന കമാൻഡ്മെന്റ്. ഹല്ലേലൂയ. അത് ദൈവത്തിൽ നിന്ന് വന്ന കമാൻഡ്മെന്റ് ആയതുകൊണ്ട് അതിനെ മാറ്റം ചെയ്യാൻ ആർക്കും കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, രാത്രിയുടെ യാമങ്ങൾ, അടുത്ത പ്രഭാതം ഉണരുമ്പോൾ ദൈവഭക്തനെ കൊന്നുകളയാൻ ഒരു കുടുംബം മുഴുവനും തീരുമാനിക്കുമ്പോൾ, ദൈവം രാജാവിന്റെ ഹൃദയത്തെ ഉണർത്തിച്ചതുപോലെ
ഇന്നലകളുടെ രാത്രികളിൽ നീ കരഞ്ഞ കണ്ണുനീരുകൾ, ഇന്നലകളുടെ രാത്രികളിൽ നീ മുഴങ്കാൽ മടക്കി സ്വർഗത്തോട് നിലവിളിച്ച് പറഞ്ഞ ചിലത് കർത്താവ് പറയുകയാണ്, അടുത്ത പ്രഭാതത്തിൽ ഒരു സൂര്യൻ ഉദിക്കുന്നുണ്ടെങ്കിൽ ഹാലല്ലൂയ, ആമേൻ, വെളിച്ചം വരുമ്പോൾ ഇരുള് സ്വതവേ മാറിപ്പോകുന്നത് പോലെ പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. ജീവിതത്തിൽ തുടർമാനമായി നീ അനുഭവിക്കുന്ന രാത്രിയുടെ യാമങ്ങളുടെ വേദനകളെ ഇന്നു രാത്രി അവൻ പരിശുദ്ധാത്മാവ് നീതി സൂര്യനാകുന്നവൻ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് നിന്നെ ആ വിഷയത്തിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുകയാ. നീതി സൂര്യൻ രോഗോപശാന്തിയോടെ ഉദിച്ചു വരുന്നത് പോലെ നിന്റെ ജീവിതത്തിനകത്ത് അസ്തമിച്ചു പോയെന്ന് പിശാച് പറഞ്ഞ അതേ വിഷയത്തെ വീണ്ടും പുറത്തെടുത്ത് കൊണ്ടുവന്നിനെ മാനിപ്പാൻ എന്റെ കർത്താവ് ശക്തനാണ്. യേശുവിൻ നാമത്തിൽ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വചനത്തിന്റെ വിടുതലുകൾ അവൻ ഓരോ വ്യക്തിയുടെ മേൽ പരിശുദ്ധാത്മാവ് കൈമാറട്ടെ. ലാർഭാന സീഖലബ ശൈഠമനിയാന്തന വൈഡൽ പ്രവചന രഗതുരി ജഗൽ പ്രൗഢമാനകസി അതര ഖമനകടകൽ ഖമനാദന ശമനകതയ. അവൻ മഹത്വം ഉള്ളിടത്ത് മരണം മാറിപ്പോകുന്നത് പോലെ ഇന്ന് രാത്രി അസാധ്യമെന്ന് പറഞ്ഞു നിൽക്കുന്ന വിഷയത്തിനകത്ത് ദൈവത്തിന്റെ മഹത്വമായ കരം വ്യാപരിക്കുകയാണ്. ലാർഥബ സീഖലബ ശംധനബയ രഗതുനി ജഗൽ പ്രഭദിയ ധനപ്രമാസിയാന്തന. അവൻ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് യാത്ര ആരംഭിച്ച് ചെങ്കടലിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോണ്ടല്ലോ, അവൻ മുൻപിൽ നിന്ന മേഘം അവരുടെ പിൻപിൽ പോയി നിന്നു. എന്തിനാ നിന്നെന്നറിയാമോ? അവൻ ശത്രുവിനെയും ദൈവജനത്തെയും സെപ്പറേറ്റ് ചെയ്യുവാൻ ദൈവത്തിന്റെ അവൻ സാന്നിധ്യം അവരുടെ നടുവിൽ നിന്നിട്ട് അവൻ ഫറവോനും കൂട്ടർക്കും അത് രാത്രിയായിരുന്നു, പക്ഷെ ഇസ്രായേൽ മക്കൾക്ക് അതൊരു പ്രഭാതമായിരുന്നു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ഒരു സാധ്യതകളും ഇല്ലാതെ വഴി അടഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാ, ദൈവ സാന്നിധ്യം പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നി തൂണായി ഇസ്രായേലിന് വേണ്ടി ഇറങ്ങി നിന്നതുപോലെ ആ മഹത്വം മുൻപടയായി പിൻപടയായി ഇരുന്നതുപോലെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ റേസ്ഡ് ഇൻ ഗ്ലോറി നൈറ്റ് പ്രയറിനകത്ത് മഹത്വം ചിലർക്ക് വേണ്ടി ഇരുട്ടിനെ നീക്കുന്ന ദൈവത്തിന്റെ തേജസ് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിന്റെ മേൽ പകരുവാൻ ആഗ്രഹിക്കുകയാ. ഹല്ലേലൂയ. നോ സ്പിരിറ്റ് ഓഫ് ഡാർക്ക്നെസ് ക്യാൻ ഹോൾഡ് യു, കനോട്ട് ഹോൾഡ് യു. നിന്റെ ജീവിതത്തിനകത്ത് ഇരുട്ടിന്റെ ഒരു അധികാരത്തിനും ഇരുട്ടിന്റെ ആത്മാവിന് നിന്നെ പിടിച്ചു വെക്കാൻ കഴിയത്തില്ല. മഹത്വം നിന്റെ മേൽ സ്വർഗം കൈമാറിയിട്ടുണ്ടെങ്കിൽ. ഹല്ലേലൂയ. അവൻ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ ഇന്ന് രാത്രി ദൈവ ശബ്ദത്തെ ആത്മാവിൽ സ്വീകരിപ്പാനായിട്ട് റെഡിയാണ്? പ്രിയപ്പെട്ടവരെ, ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ, അവന്റെ മഹത്വത്തെ നമ്മുടെ മേൽ പുതിയ നിയമ ശുശ്രൂഷകരാക്കി ദൈവം നമ്മളെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, അവൻ ഇരുട്ടിന്റെ പ്രവർത്തികൾക്ക് നിന്നെ പിടിച്ചു വെക്കുക അവൻ കഴിയുകയില്ല. മരണത്തിൽ നിന്നെ ഒതുക്കുവാൻ കഴിയത്തില്ല. രോഗശക്തികൾക്ക് ഇല്ലാതാക്കാൻ കഴിയത്തില്ല. ഹാലലൂയ. ആഭിചാരങ്ങൾക്കോ ശകുനവാദികൾക്കോ പൈശാചിക മണ്ഡലങ്ങൾക്കോ നിന്നെ ഒതുക്കുവാൻ കഴിയത്തില്ല. ബിക്കോസ് യു ആർ ക്യാരിങ് ദ ഗ്ലോറി ഓഫ് ഗാഡ്. നീ ദൈവ മഹത്വത്തെ ചുമക്കുന്നവനാണ്, നീ ദൈവ മഹത്വത്തെ ചുമക്കുന്നവളാണ്. ഇന്ന് രാത്രി ആ മഹത്വത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ലാഥാസ് ബിയാർത്ഥല പ്രബോധനാർത്ഥനാദിയ ലേബ്രേമേ ശൈഠിലിബി ഹതുരമഗജനാദിയ ലർബൽ പ്രവാചന രഗതുനാദന. ആമേൻ. ദൈവ സാന്നിധ്യം ആ പില്ലറു പോലെ ദൈവ ഭക്തന്മാർക്ക് വേണ്ടി ഇറങ്ങി നിന്ന ചരിത്രം ദൈവജനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇന്നു രാത്രി ആ അതേ ദൈവശക്തിയുടെ അളവ് വർദ്ധിച്ച് ഇന്നു രാത്രി നീ ഇരിക്കുന്ന മുറിക്കകത്ത്, നീ ആയിരിക്കുന്ന സാഹചര്യത്തിനകത്ത്, നിന്റെ വിഷയത്തിനകത്ത് പരിശുദ്ധാത്മാവ് പറയുന്നു, ആ മഹത്വം നിനക്ക് മുൻപടയായിരിക്കും, ആ മഹത്വം നിനക്ക് പിൻപടയായിരിക്കും. രാത്രിയുടെ ഭയത്തെ നിനക്ക് പേടിക്കേണ്ടതായിട്ടില്ല. പകൽ പറക്കുന്ന അസ്ത്രത്തെ നിനക്ക് ഭയപ്പെടേണ്ടതായിട്ടില്ല. ഇന്നു രാത്രി നീതി സൂര്യനായ കർത്താവ് ചിലർക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുന്ന, നിനക്ക് വേണ്ടി ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവകരം ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. നമ്മൾ ഡിഫറെന്റ് സ്ഥലത്താണ്, ഡിഫറെന്റ് ടൈം സോണുകൾക്കകത്താണ്. ചില ഇടങ്ങളിൽ എനിക്കറിയാം, ആത്മാവ് ഞാൻ മനസ്സിലാക്കുന്നു, ദൈവ സാന്നിധ്യം ഒരു വലിയ തേജസ്സായി, ഒരു വലിയ ഗ്ലോറിയായി നിന്നെ ഇരുത്തിക്കളഞ്ഞ അന്ധകാരത്തിൽ ഇരുത്തിക്കളഞ്ഞ അതേ സാഹചര്യത്തിൽ കർത്താവ് പറയുന്നു, റൈസ് ആൻഡ് ഷൈൻ, എഴുന്നേറ്റ് പ്രകാശിക്ക്, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. അന്ധകാരം ഭൂമിയെ കൂരിട്ട് ജാതികളെ മൂടുമ്പോൾ നിന്റെ മേലോ ആ പ്രകാശം ഉദിച്ചിരിക്കുകയാ. ഇന്ന് രാത്രി അന്ധകാരത്തിന് ഒതുക്കാൻ കഴിയത്തില്ല. ഇവിടെ രാത്രിയുടെ പല
തീരുമാനങ്ങളെയും പൊട്ടിച്ചുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി രാത്രിയിൽ ആമേൻ ആ രാജാവിന്റെ ഹൃദയത്തിനകത്തേക്ക് പരിശുദ്ധാത്മാ വിടപെടുത്തിയതുപോലെ ഈ മീറ്റിങ്ങിന് ഈ സമയം ഭയങ്കര പ്രഷ്യസ് ആണ്. ഈ ടൈം നമുക്ക് വലിയ വിലപ്പെട്ടതാണ്. ഇതൊരു വാല്യുബിൾ ടൈമാണ്. കർത്താവ് പറയും, ഈ സമയത്ത് മുഴങ്കാൽ മടക്കുന്ന എന്റെ ജനത്തിന് വേണ്ടി ആമേൻ എസ്തേറിന് വേണ്ടി ഇറങ്ങി നിന്നതുപോലെ പ്രിയ സഹോദരിമാരെ, നമ്മുടെ പ്രാർത്ഥനയുടെ യാമങ്ങൾ, നമ്മുടെ പ്രാർത്ഥനയുടെ സമയങ്ങൾ അതൊരിക്കലും വേസ്റ്റ് അല്ല. അതൊരിക്കലും ഒരു നിൽപ്പനമായി പാകത്തില്ല. മറിച്ച് അതിനകത്ത് ഫലമുള്ള ചിലത്, യെസ്, അതിനകത്ത് ഫലമുള്ളതിനെ പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാ. ഹാലലൂയ, ഹാലലൂയ. പരിശുദ്ധ ഒരു വേർഡിനോട് എടുത്തു പറയുന്നു, നിന്റെ രാത്രികൾ ആരോടും പറയാതെ നീ അനുഭവിച്ച വേദനയുടെ രാത്രികൾ നിനക്ക് പറയാനുണ്ട്. എന്നാൽ കർത്താവ് പറയുകയാ, നാളെ അറിയുന്ന ദൈവം. ഹാലലൂയ. നിനക്ക് ഇന്നലെ അറിയാം, ഇന്നറിയാം, പക്ഷെ നിന്റെ ഫ്യൂച്ചർ നിനക്ക് അറിയത്തില്ല. പ്രിയ സിസ്റ്റർ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോ ഇങ്ങനെ പറഞ്ഞു, നാളെ എന്ത് സംഭവിക്കും നമുക്കറിയത്തില്ല. യെസ്, ഡെഫിനറ്റ്ലി വി ഡി നോട്ട് നോ, നമുക്കറിയത്തില്ല. പക്ഷേ നാളെ അറിയുന്നവനെ നമ്മൾ സേവിക്കുന്നത്. ഹാലലൂയ. നമ്മുടെ നാളുകളെ അറിയുന്ന ഒരു ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. ആ ദൈവത്തിന് അറിയാം അടുത്ത 5 വർഷം കഴിഞ്ഞാൽ ദൈവസഭ എവിടെയായിരിക്കും, എങ്ങനെയായിരിക്കും. അടുത്ത 10 വർഷം കഴിഞ്ഞാൽ നിന്റെ ജീവിതം എങ്ങനെയായിരിക്കും. ഇത് നല്ലവണ്ണം അറിയുന്ന ദൈവത്തിന്റെ മുൻപിലാണ് നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്നിന്റെ വേദനകൾക്ക് നമ്മെ തീർത്തു കളയാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഇപ്പോൾ നാം പ്രസന്റ്ലി കടന്നു പോകുന്ന സാഹചര്യങ്ങൾക്ക് നമ്മെ ഇരുത്തിക്കളയാനും കഴിയത്തില്ല. മറിച്ച് ദൈവ തേജസ്സിനെ കൈമാറുന്നവർ അതിനെ ആത്മാവിൽ ജയിച്ചു കയറും. ഹല്ലേലൂയ. ആ ദൈവിക ഗ്ലോറിയുടെ മാനിഫെസ്റ്റേഷൻ ഈ ദിവസങ്ങൾ നമ്മുടെ ലൈഫിനകത്ത് ദൈവാത്മാവ് കൈമാറാൻ ആഗ്രഹിക്കുകയാ. അങ്ങനെ ദൈവം മാനിക്കാൻ ഇരിക്കുന്ന പുരുഷന് വേണ്ടി ദൈവം എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിച്ചോ അതെല്ലാം ശത്രുവിന്റെ വാ കൊണ്ട് തന്നെ ദൈവം പറയിപ്പിക്കാൻ ഇടയായി തീർന്നു. ചിലരൊക്കെ പറയുന്ന ചില വാക്കുകൾ നമുക്ക് അനുഗ്രഹമായി അങ്ങ് മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുമില്ലെങ്കിലും ചിലർ പറയും, ഓ എന്തൊക്കെയോ ഉണ്ടെന്ന്. ഹല്ലേലൂയ. കാണുമ്പം പറയുന്നതാ, പക്ഷെ ദൈവം അങ്ങനെ അങ്ങ് ആക്കി മാറ്റും. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ കണ്ണിന്റെ മുമ്പിൽ ദൈവത്തിന് നിന്നെ തെളിയിക്കാനുണ്ട്, ദൈവത്തിന് നിന്നെ മാനിക്കാനുണ്ട്. മറ്റുള്ളവർ അസൂയപ്പെടുവണ്ണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്ഹാക്കിനെയൊക്കെ ദൈവം അനുഗ്രഹിച്ചപ്പോൾ ഇസ്ഹാക്കിനോട് അസൂയ തോന്നിയെന്ന വചനം പറയുന്നത്. അങ്ങനെയെങ്കിൽ മറ്റുള്ളവർക്ക് ജലസി തോന്നുന്നവണ്ണം ദൈവം നമ്മളെ അങ്ങ് അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ ഇഷ്ടമാ, അത് ദൈവത്തിന്റെ പദ്ധതിയാ. ദൈവത്തിന് നമ്മളെ അങ്ങനെ ആക്കി തീർക്കാൻ പ്ലാൻ ഉണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ടോ? ചില രാത്രികൾ ദൈവം അത് തന്നെ അവിടുന്ന് പോകാൻ കർത്താവിനോട് പറയുന്നില്ല. പരിശുദ്ധാത്മാവ് അവനോട് പറയുന്നു, ചില രാത്രികൾ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഈ പ്രാർത്ഥനയ്ക്കകത്ത് നീ കടന്നുപോയ ചില വേദനയുടെ യാമങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഫുൾ സ്റ്റോപ്പ് ഇടുകയാ. ദൈവത്തിന്റെ ആത്മാവ് അതിന് ഫുൾ സ്റ്റോപ്പ് ഇടുകയാ. ലാബ്രാസ് ഇഖാറ്റിനി ലീബ്രാസ് മഥാനിയാല ബൗഷ റഗത്തുനി വൈഡ പ്രബരാധനഘടക. ഇതിനകത്തുള്ളൊരു ദൂത ഈ മീറ്റിങ്ങിനോടുള്ള പരിശുദ്ധാത്മാവിനോട് സംസാരിക്കാനുള്ള ദൈവശബ്ദമാണ് ഈ പറയുന്നത്. അതിന് ദൈവം ഫുൾ സ്റ്റോപ്പ് ഇടും. ആമേൻ. വേദനയുടെ യാമങ്ങൾക്ക് ദൈവം ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ഒരു സൂര്യൻ ഈ കിഴക്കുതിച്ചു വരുമ്പോൾ ആ പ്രഭാതത്തിനകത്ത് പുതിയ പുതിയ തുടക്കങ്ങൾ ആരംഭിക്കുന്നത് പോലെ. ഹല്ലേലൂയ. ഓ, ആ സൂര്യൻ കുതിച്ചു വരുമ്പോൾ ന്യൂ ബിഗിനിങ്ങുകൾ സംഭവിക്കുന്നത് പോലെ, ഒരു പുതിയ ദിവസം ഉരുവായി വരുന്നത് പോലെ കർത്താവിനോട് പറയുന്നു. ഈ പ്രാർത്ഥനയ്ക്കകത്ത് അടുത്ത യാമങ്ങളിൽ പരിശുദ്ധാത്മാവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് തുടർമാനമായി നീ കടന്നുപോയ പ്രാർത്ഥനയുടെ വിഷയങ്ങൾക്കകത്ത് ഒരു വലിയ വ്യത്യാസം വരുത്തി അതിനകത്ത് പുതിയ ചില ദൈവിക പ്രവർത്തികളും വിടുതലുകളും ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ കൈമാറാൻ ആഗ്രഹിക്കുകയാ. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിൾ നമ്മൾ നോക്കിയാൽ പുതിയ നിയമ പുസ്തകത്തിനകത്തും ചില രാത്രി യാമങ്ങളിൽ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പത്രോസിനെ കാരാഗ്രഹത്തിനകത്തിട്ട് പൂട്ടി. ഒരു കാരണവശാലും അവൻ പുറത്തു വരത്തില്ല. പക്ഷേ അന്ന് രാത്രി ദൈവത്തിന്റെ കരമിറങ്ങി. ഹല്ലേലൂയ. വചനം ഇങ്ങനെയാ പറയുന്നത്, ഹേരോദ രാജാവ് അവനെ ജനത്തിന്റെ മുൻപിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ 2 ചെങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് പത്രോസ് കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോൾ അതിന്റെ നടുവിൽ ദൈവത്തിന്റെ ദൂതനിറങ്ങി അവനെ വിടുവിച്ചു പുറത്തു കൊണ്ടുവന്നു. അടുത്തൊരു പ്രഭാതം ഉണരുമ്പോൾ അവന്റെ ജീവിതം അവസാനിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ കർത്താവ് തലേ രാത്രിയിൽ ഇറങ്ങി നിന്നിട്ട് പറയുകയാണ്, നീ അവസാനിച്ചിട്ടില്ല. പത്രോസേ, നീ തീർന്നിട്ടില്ല.
നീ അവസാനിച്ചിട്ടില്ല. എനിക്ക് നിന്നിലൂടെ വീണ്ടും കൊറോണല്യോസിന് ഒരു ഉണർവുണ്ട്. കൊറോണല്യോസിന്റെ വീട്ടിനകത്തൊരു ഉണർവുണ്ട്. അത് നിന്നിലൂടെ ചെയ്തെടുക്കണമെങ്കിൽ 12-ാം അധ്യായത്തിൽ നീ തീർന്നു പോയാൽ അടുത്ത ചാപ്റ്റേഴ്സിലെ വിടുതലുകൾ നിന്നിലൂടെ സംഭവിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, ആ പ്രതിസന്ധിയുടെ തലേ രാത്രിയിൽ ദൂതൻ ഇറങ്ങി. അവൻ സുബോധം വന്നത് പട്ടണത്തിന്റെ പുറത്ത് നിന്നിട്ടാ. ഹല്ലേലൂയ. ഒരു വലിയ ദൈവ പ്രവൃത്തിക്ക് വേണ്ടി പ്രാർത്ഥനയുടെ മറുപടിയായി ദൈവം അവനെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരികയാ. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി വിശ്വസിക്ക്, നിന്റെ പ്രാർത്ഥനകൾ വാക്കുകളായിട്ട് മാത്രം മാറത്തില്ല. നിന്റെ പ്രാർത്ഥനകൾ ഒരു ശബ്ദം മാത്രമായി നിൽക്കത്തില്ല. മറിച്ച് കർത്താവ് പറയുകയാണ്, നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവത്തിന്റെ ചില പ്രക്രിയകളുണ്ട്, ദൈവത്തിന്റെ ചില പ്രവർത്തികളുണ്ട്. ആ പ്രവൃത്തിയുടെ പ്രത്യേകത, ആമേൻ, രാത്രിയിൽ അവസാനിച്ചു എന്ന് പറഞ്ഞവനെ പുറത്തു കൊണ്ടുവന്ന് വീണ്ടും ശുശ്രൂഷിപ്പിക്കുന്നതാ. ആമേൻ, വായ്ത്തത്വം തീർന്നു, ആമേൻ, എന്റെ ശുശ്രൂഷ എല്ലാം അവസാനിച്ചു എന്നൊരു പക്ഷേ പത്രോസ് ചിന്തിച്ചു കാണുമായിരിക്കാം. എന്നാൽ അതിന്റെ നടുവിൽ ദൈവം അവനെ എഴുന്നേൽപ്പിച്ച് പുറത്തു കൊണ്ടുവന്നതുപോലെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്നു രാത്രി നീ വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ യു ഹാവ് എ ജേർണി. നിനക്കൊരു യാത്രയുണ്ട്. ഏലിയാവിനോട് പറഞ്ഞതുപോലെ കർത്താവ് ഇന്ന് രാത്രി വീണ്ടും പറയുകയാ, നിനക്കൊരു ദൂരയാത്രയുണ്ട്, നിനക്കൊരു ദൂരയാത്രയുണ്ട്. ജീവിതത്തിലെ തണലിൽ ആമേൻ ആമേൻ എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ് ഏലിയാവ് പറയുകയാ, മതി കർത്താവേ, ഞാൻ മറ്റുള്ളവരെക്കാൾ നല്ലവനല്ല. ഹല്ലേലൂയ, ഞാൻ അവസാനിപ്പിക്കുകയാ. ആമേൻ. ഏലിയാവും മനസ്സിൽ ചിന്തിച്ചത് എന്താണെന്നറിയാമോ? ആമേൻ, എന്റെ ജീവിതത്തിനകത്ത് ശുശ്രൂഷകളെല്ലാം തീർന്നു, ഇനി എനിക്ക് ഓടാൻ കഴിയത്തില്ല, എനിക്ക് മുൻപോട്ട് ഇനി ഒരു സ്റ്റെപ്പ് വെക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് ജീവിതത്തിന്റെ രാത്രികളിലേക്ക് അവൻ പ്രവേശിച്ചു. പക്ഷെ കർത്താവിന്റെ ദൂതൻ ഇറങ്ങിയിട്ട് തട്ടിയിട്ട് പറഞ്ഞു, ആമേൻ, നീ എഴുന്നേൽക്ക്, നീ കഴിക്ക്, നീ ബലപ്പെട്. അവൻ വീണ്ടും കിടന്നു. വീണ്ടും ആമേൻ ദൂതൻ വന്നു, രണ്ടാമതും തട്ടി ഉണർത്തിയിട്ട് പറയുകയാ, നിനക്കൊരു ദൂരയാത്രയുണ്ട്. അത് ചെറിയൊരു യാത്രയല്ല. കർമ്മേലിന്റെ മലയോളം ഓടിക്കയറാൻ കാലുകൾക്ക് അഭിഷേകം നൽകിയിട്ട് കർത്താവ് പറയുക, അടുത്ത തലമുറയിൽ രാജാക്കന്മാരെ അഭിഷേകം ചെയ്യാൻ, പ്രവാചകന്മാരെ അഭിഷേകം ചെയ്യാൻ, നിയോഗമുള്ളതിനെ പുറത്തു കൊണ്ടുവരാൻ ഒരു തലമുറ എഴുന്നേൽപ്പിക്കാൻ ഏലിയാവേ, ഞാൻ നിന്നെ കണ്ടിരിക്കുമ്പോൾ നീ ഒരിക്കലും അവസാനിച്ചെന്ന് പറയരുത്. എനിക്ക് നിന്നെ ഇരുട്ട് ശക്തിയോടെ അടുത്ത യാമങ്ങൾ നിന്നെ ഉപയോഗിക്കാനുണ്ട്. മന്ദസ്വരം എനിക്ക് കേൾപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ തീരുകയല്ല, ഇവിടെ നീ ചിലത് ആരംഭിക്കുകയാ. പ്രിയപ്പെട്ടവരെ, അവസാനിച്ചു, തീർന്നു. ആമേൻ. ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുന്ന ചില വിഷയങ്ങൾക്കകത്ത് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ദിസ് നൈറ്റ്, ഈ രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ അവസാനിച്ചു എന്ന് പറഞ്ഞ ചിലത് ആമേൻ ദൈവാത്മാവിൽ ആരംഭിക്കുകയാ. പ്രിയ ജൂബി സിസ്റ്റർ, നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ ലൈഫിൽ ഫുൾ സ്റ്റോപ്പ് ഇട്ട ചില പ്രാർത്ഥനാ വിഷയങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവം അതിനൊരു കോമയാക്കി മാറ്റുകയാ. ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു, നമ്മുടെ മനസ്സിൽ പറഞ്ഞു, ഇതിന് നോ വേ, ഇതിന് വഴിയില്ല, ഇതിന് വഴിയില്ല, ഇതിന് വഴിയില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ അവസാനിപ്പിച്ചതിനെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ദൈവം ആരംഭിക്കാൻ പോകുകയാ, ദൈവം ആരംഭിക്കാൻ പോകുകയാ. വാട്ട് എവർ ഇറ്റ് ഈസ്, കർത്താവ് പറയുന്നു, ആ പ്രാർത്ഥന വിഷയം സ്വർഗം അറിയുന്നുണ്ട്, എനിക്കറിയത്തില്ല, പക്ഷെ കർത്താവ് അറിയുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അതിനകത്തൊരു വലിയ പൂർത്തീകരണത്തെ ദൈവം ചെയ്തെടുക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോസഫിനോട് ചോദിച്ചാൽ ജോസഫ് അനുഭവം പറയും. ജോസഫ് പറയും, ആമേൻ, പൊട്ടക്കിണറിന്റെ രാത്രികൾ എനിക്കുണ്ടായിരുന്നു, കാരാഗ്രഹത്തിന്റെ രാത്രികൾ എനിക്കുണ്ടായിരുന്നു. ആമേൻ, ആ രാത്രിയിലൂടെ ഒക്കെ കടന്നുപോയപ്പോ ആമേൻ ദൈവം കൊടുത്ത സ്വപ്നത്തെ അവനങ്ങ് മുറുകെ പിടിച്ചു. ഹല്ലേലൂയ. ആമേൻ, അവന്റെ ചെറിയ പ്രായത്തിൽ അവൻ ഉറക്കത്തിൽ കണ്ടൊരു സ്വപ്നമാണ്. ആ സ്വപ്നം അവൻ സഹോദരന്മാരോട് പറഞ്ഞ കാരണത്താൽ അവൻ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അവൻ സമൂഹത്തിന്റെ മുൻപിൽ അവൻ ഒന്നുമില്ലാത്തവനായി മാറി. ആമേൻ, അവനെ നശിപ്പിച്ച് കളയാൻ, കൊന്നുകളയാൻ പലവട്ടവും പല അവസരങ്ങളും കയ്യിൽ വന്നു. എന്നാൽ അവന്റെ പ്രാണനെ തൊടാതെ, അവന് ജീവന് ഹാനി വരാതെ ഇരുട്ടിന്റെ രാത്രികളിലൂടെ കടന്നു പോകുമ്പോഴും ആമേൻ ദൈവം പറഞ്ഞ സ്വപ്നത്തെ മുറുകെ പിടിച്ച ജോസഫ് പറയും, ആമേൻ, എന്റെ ജീവിതത്തിനകത്ത് രാത്രിയുടെ ഒത്തിരി യാമങ്ങൾ ഞാൻ കരഞ്ഞുപോയി, പക്ഷേ എനിക്ക് വേണ്ടി ഒരു പ്രഭാതം ഉണ്ടായിരുന്നു. അത് ചെറിയൊരു ദിവസമല്ല, എന്നെ രാജ കൊട്ടാരത്തിനകത്ത് കൊണ്ടുവന്ന് എന്നെ മാനിക്കുന്ന ഒരു ദിവസം ആമേൻ എനിക്കുണ്ടായിരുന്നു. സഹോദരന്മാർക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അളവിൽ ദൈവം അവനെ മാനിച്ചു. ദൈവം അവനെ വലിയൊരു ഹോണറിങ് ചെയ്തു. ദൈവം അവനെ ഒരു ഉന്നത പദവിയിലേക്ക് കൊണ്ടുവന്നു. അവന്റെ ജീവിതത്തെ ദൈവത്തിന് മാനിക്കാൻ കഴിഞ്ഞെങ്കിൽ ജോസഫിന്റെ ദൈവം, അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, എസ്തറിന്റെ ദൈവം, ദാവീദിന്റെ ദൈവം, ദാനിയേലിന്റെ ദൈവം ഇന്ന് രാത്രി നമ്മുടെ ദൈവമോ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ എന്റെ ദൈവം ശക്തനാ. ഞാൻ വിശ്വസിക്കുന്നു, എന്റെ
ജീവിതത്തിലും ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ രാത്രിയിൽ എന്റെ ദൈവം വ്യത്യസ്തമായതെന്തോ അമ്മേ നമ്മുടെ കുടുംബങ്ങളുടെ മേൽ ചെയ്യാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. അവൻ മലാക്കിയുടെ പുസ്തകം വരെ എഴുതി അവസാനിപ്പിച്ചതിന് ശേഷം 400 വർഷത്തെ ഒരു ഡാർക്ക്നെസ് പീരീഡ് ഉണ്ട്. പീരീഡ് ഓഫ് ഡാർക്ക്നെസ്, ഇരുണ്ട കാലഘട്ടം. അന്ന് ദൂതില്ല, അന്ന് പ്രവചനമില്ല, അന്ന് ശുശ്രൂഷകളില്ല, ആരും എഴുന്നേൽക്കുന്നില്ല. ഒരു തലമുറ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ട് മലാക്കിയുടെ പുസ്തകം എഴുതി അവസാനിക്കുമ്പോൾ ഇരുണ്ട കാലഘട്ടത്തിന് ശേഷം ഇതാ മത്തായി സുവിശേഷം എഴുതി തുടങ്ങുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തെ 1-ാമത്തെ അധ്യായത്തിൽ സുവിശേഷത്തിൽ എഴുതിയതുപോലെ കർത്താവ് പറയാ വർഷങ്ങളായി എവിടൊക്കെയോ അവസാനിച്ചെന്ന് പിശാചു പറഞ്ഞ അതേ മേഖലയിൽ ഇന്നു രാത്രി ദൈവം വീണ്ടും അതിനെ റീസ്റ്റാർട്ട് ചെയ്യുവാൻ, ഹല്ലേലൂയ, ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് കയറുന്നത് പോലെ ഒരു വലിയ മേജർ ഷിഫ്റ്റിങ് ചിലരുടെ കുടുംബങ്ങളുടെ മേൽ ദൈവം കൈമാറുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരിമാരെ, ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ വചനം എടുത്ത് വായിക്കുമ്പോൾ ഒരു രാത്രി വെളുപ്പാകാലമായപ്പോൾ ചില സഹോദരിമാർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തിനാ? യേശുവിന്റെ കല്ലറയുടെ അടുക്കലേക്ക് പോകാൻ. ഹല്ലേലൂയ. അവർ അധികാലത്ത് എഴുന്നേറ്റു. വചനം ഇങ്ങനെയാ പറയുന്ന മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 1-2 വാക്യം പറയുന്നു. ശബത്ത് കഴിഞ്ഞ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം വെളുക്കുമ്പോൾ മതിലക്കാരത്തി മറ്റേ മറിയെ കല്ലറ കാണുവാൻ ചെന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗ്ഗത്തിൽ ഇറങ്ങി വന്ന് കല്ലുരുട്ടിക്കളഞ്ഞ് അതിന്മേൽ ഇരുന്നിരുന്നു. പ്രിയപ്പെട്ടവരെ, രാത്രിയുടെ യാമങ്ങൾ സഹോദരിമാരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്ത വെളുപ്പാങ്കാലമാകുമ്പോ ഞങ്ങൾക്ക് യേശുവിന്റെ കല്ലറയ്ക്ക് അടുത്ത് ചെല്ലണം, അവനെ സുഗന്ധവർഗം പൂശണം, അവനെ കാണണം. ഈ ആഗ്രഹത്തോടെ കല്ലറയുടെ അടുക്കൽ പോകുക. അവൻ അധികാരങ്ങൾ പറഞ്ഞു. യേശുവിന് ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കത്തില്ല. ഹല്ലേലൂയ. ഇനി ജീവനോടെ പുറത്തു വരാൻ ഒരു സാധ്യതകളും ഇല്ലെന്ന് പറഞ്ഞ് അവൻ 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു. എല്ലാവരും നോക്കിയിരിക്കുക, ഒന്നും നടക്കുന്നില്ല. പക്ഷെ 3-ാമത്തെ ദിവസം പ്രഭാതം എന്റെ കർത്താവ് പുനരുത്ഥാനത്തിന്റെ ശക്തിയോടെ ജീവനോടെ പുറത്തു വന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാ നിന്റെ ജീവിതത്തിൽ നടക്കത്തില്ലെന്ന് പറഞ്ഞ് പിശാച് കല്ലുരുട്ടി വെച്ച് സീൽ ചെയ്ത് നോ പോസിബിലിറ്റി എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നിടത്ത് കർത്താവ് പറയുക, ദൂതനിറങ്ങും. ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഇതൊരു ഓഫ്ലൈൻ മീറ്റിംഗ് അല്ലല്ലോ, ഇതൊരു ഓൺലൈൻ മീറ്റിംഗ് ആയിട്ട് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ കൂടെ ദൂതന്മാർ ഉണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഇരിക്കുന്ന റൂമുകൾക്കകത്ത് വചനം പറയുമ്പോൾ നമ്മളെ ശുശ്രൂഷിക്കാൻ, നമ്മുടെ വിഷയങ്ങൾക്കകത്ത് പരിഹാരം തരാൻ ദൈവം ദൂതന്മാർക്ക് ഡ്യൂട്ടി ഏൽപ്പിക്കുകയാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ചില ഇടങ്ങളിലേക്ക് സേവാത്മാക്കളായി, ചില ഹെൽപ്പേഴ്സ് ആക്കി പരിശുദ്ധാത്മാവ് ദൂതനെ അസൈൻ ചെയ്യുകയാണ് നിനക്ക് വേണ്ടി ചില വിടുതലുകളെ കൈമാറാൻ. ഹല്ലേലൂയ. ഇവിടെ എങ്ങനെ ഉരുട്ടി മാറ്റൂ. സഹോദരിമാരുടെ ആവലാതി ഇതാണ്. അവർ തമ്മിൽ പറയുകയാ, നമുക്ക് വേണ്ടി ആരായി കല്ലുരുട്ടി മാറ്റുന്നത്? ഇത്ര വലിയ കല്ല് ഇതിന്റെ ഫ്രണ്ട് ഇരിക്കുകയാണല്ലോ. there is no one to roll out. ഇതിനെ നീക്കിക്കളയാൻ ആരുമില്ല. പക്ഷേ എന്താ സംഭവിച്ചെന്നറിയാമോ? ഇവർ കല്ലറയുടെ മുമ്പിൽ ചെല്ലുന്നതിന് മുൻപേ, ഹല്ലേലൂയ, ഇവർ ആ യേശുവിന്റെ കല്ലറയുടെ അടുക്കൽ എത്തുന്നതിന് മുൻപേ ദൂതൻ ഇറങ്ങി ആ കല്ലറയുടെ മുൻപിൽ നിന്ന് മനുഷ്യൻ വെച്ച കല്ലിനെ മനുഷ്യന്റെ കൈ തൊടാതെ ദൈവം അതിനെ നീക്കം ചെയ്തെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കുക, ആമേൻ, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. നിന്റെ മുമ്പിൽ നിൽക്കുന്ന എത്ര വലിയ കല്ലു ആയാലും, എത്ര വലിയ പ്രോബ്ലംസ് ആയാലും, സ്വർഗം തുറന്നാൽ ഇന്നു രാത്രി നിനക്ക് വേണ്ടി സ്വർഗം ഒന്ന് തുറന്നാൽ കർത്താവ് എത്ര വലുതായിരുന്നാലും, എത്ര മുദ്ര വെച്ചതായിരുന്നാലും, എത്ര അധികാരങ്ങളായിരുന്നാലും, പരിശുദ്ധാത്മാവ് പറയുക, എന്റെ കരം ചലിക്കാൻ തുടങ്ങിയാൽ, പ്രിയ ആന്റിമാരെ, പ്രിയ സഹോദരിമാരെ, ആമേൻ, ഞാൻ കർത്താവിൽ പറയുന്നു, നിനക്ക് വേണ്ടി സ്വർഗം പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നോ വൺ ക്യാൻ സ്റ്റോപ്പ് യു. നിന്നെ തടയാൻ ഒന്നിനും കഴിയത്തില്ല, ഒരു സാഹചര്യങ്ങൾക്കും കഴിയത്തില്ല. അതിനെ അതിജീവിക്കാനുള്ള പുനരുത്ഥാനത്തിന്റെ ഉയർപ്പിന്റെ ശക്തിയെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ തന്നിട്ടുണ്ട്. അതാണ് ദൈവത്തിന്റെ മഹത്വം. നോ ഡെത്ത്നെസ് ക്യാൻ ഹോൾഡ് യു. ഒരു മരണകരമായ ഒന്നിനും നിന്നെ പിടിച്ചു വെക്കാൻ കഴിയത്തില്ല. കാരണം യേശു അതിനെ ജയിച്ചു. ഹല്ലേലൂയ. യേശു അതിനെ ജയിച്ചത് കൊണ്ട് ആമേൻ. 1-ാം രാത്രി കഴിഞ്ഞു, 2-ാം രാത്രി കഴിഞ്ഞു, 3-ാമത്തെ ദിവസം എന്റെ കർത്താവ് ഇരുട്ടിനെ, ആ മരണത്തെ, ആ പൈശാചിക മണ്ഡലങ്ങളുടെ ആധിപത്യങ്ങളെ തകർത്തുകൊണ്ട് ക്രൂശിൽ അവൻ തകർക്കപ്പെട്ടവനായി മാറിയെങ്കിൽ 3-ാം ദിവസം അവൻ ഉയർത്തപ്പെട്ടവനായി. അവൻ മരണത്തെ ജയിച്ചവനായി. അവനെ മരണത്തെ കാൽക്കീഴാക്കിക്കൊണ്ട്, ഹേ മരണമെന്നിന്റെ വിഷം എവിടെ? ആ വചനത്തെ
ഇന്ന് രാത്രി ആത്മാവിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ആ വചനത്തെ ഡിക്ലെയർ ചെയ്തുകൊണ്ട് പറയുകയാണ്. പരിശുദ്ധാത്മാവ് അവനോട് പറയുന്നു, അവസാനിച്ചു. ഈ ലോകത്തിലെ ഏറ്റവും അവസാനം എന്ന് പറയുന്നത് മരണമാണ്. എന്നാൽ ആ മരണത്തെ പോലും ജയിച്ച ജയവീരനായ യേശു കർത്താവ് ഇന്ന് രാത്രി മഹത്വത്തിന്റെ പ്രത്യാശയാകുന്നവൻ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നിടത്തോളം കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഒന്ന് നിന്നെ പിടിച്ചു വെക്കാൻ കഴിയത്തില്ല, ഒരു സാഹചര്യങ്ങൾക്ക് നിന്നെ ഒതുക്കി വെക്കാൻ കഴിയത്തില്ല. ചില രാത്രിയുടെ യാമങ്ങളിലൂടെ നീ കടന്നുപോയെങ്കിലും, നിശബ്ദതയുടെ സാഹചര്യങ്ങൾ നിനക്കുണ്ടെങ്കിലും, വെയിറ്റിംഗ് പീരീഡിലൂടെ നീ കടന്നുപോയെങ്കിലും, അത് നിന്റെ അവസാനമല്ല, അത് നിന്റെ അവസാനമല്ല. നീ തീർന്നു പോയിട്ടില്ല. കർത്താവ് പറയുക, നിന്നെ കൈപിടിച്ചുയർത്താൻ, നിന്നെ മാനിക്കാൻ, നിന്നെ വിടുവിക്കാൻ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇന്നു രാത്രി ദൈവം റെഡിയാ. ഇന്ന് രാത്രി ദൈവം റെഡിയാ. ഈ രാത്രി നിങ്ങൾ മറക്കാതെ, പരിശുദ്ധാത്മാവ് ഞാൻ പറയുന്നു, ആമേൻ, ഈ വചനം പറയുമ്പോൾ എനിക്ക് നല്ല കൺഫർമേഷൻ ഉണ്ട്. പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി ഒരു വലിയ ദൈവ പ്രവൃത്തി, ഹല്ലേലൂയ, എസ്തറിന്റെ ജീവിതത്തിനകത്ത്, ആമേൻ, ഈ രാത്രിയുടെ യാമങ്ങൾ അവൾ ഇരുന്ന് പ്രാർത്ഥിച്ചതും അവൾ ഉപവസിച്ചതും ഒക്കെ ദൈവത്തിന്റെ സന്നിധിയിൽ അത് മറുപടിയായി മാറിയതുപോലെ കർത്താവ് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുക, ആമേൻ, 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 ഈ എസ്തറിന്റെ പുസ്തകത്തിനകത്ത് എന്ത് സംഭവിച്ചോ അതുപോലൊരു ദൈവ പ്രവൃത്തി നമ്മുടെ കുടുംബങ്ങളുടെ മേൽ ദൈവം ചെയ്യാൻ പോകുകയാ. ഹല്ലേലൂയ. ചിലരെ ദൈവം അപ്സ് ആൻഡ് ഡൗൺ തിരിക്കുന്നത് പോലെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹാമാനെ ദൈവം പുറത്താക്കി അവന്റെ കുടുംബത്തെ ദൈവം അവസാനിപ്പിച്ചുകൊണ്ട് ദൈവം മാനിക്കാനിരിക്കുന്ന അവൻ മോർത്തിക്കായി എസ്തറിനെയും ദൈവം മാനിച്ചതുപോലെ കർത്താവ് എന്നോട് പ്രവചിക്കാൻ പറയുന്നു. ഈ കൂട്ടായ്മയ്ക്കകത്ത് കയറിയിരിക്കുന്ന അവൻ അഭിഷക്തമാരോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, അവൻ, നീ ഒരു എസ്തേറാ, നിന്റെ വീട്ടിനകത്ത് നീ ഒരു എസ്തേറാ. ഇന്ന് രാത്രി നീ ഇടിവിൽ നിന്നാൽ, നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, നീ രാത്രിയെ പകലാക്കിയാൽ, നിന്റെ മുഴങ്കാലുകൾ നീ മടക്കിയാൽ, എസ്തേറെ, മനുഷ്യന്റെ മുൻപിൽ നീ തല കുനിക്കേണ്ടതായിട്ട് വരുത്തില്ല. ലോകം വിധി എഴുതിയേക്കാം, നീ ഒന്നിനും കൊള്ളാത്തവളാണെന്ന്, നിന്നെ കൊണ്ട് ഒന്നും കഴിയത്തില്ലെന്ന്. പക്ഷെ കർത്താവ് പറയുകയാ, നിന്നിലൂടെ എനിക്കൊരു പ്രവൃത്തി ഉണ്ട്. നീ രാജ്യത്തിന്റെ രാജ്ഞി സ്ഥാനത്തിലേക്ക് വരേണ്ടവളാ. നീ ഒറ്റപ്പെട്ടവളായിരിക്കാം, നീ വേദനയുടെ കടന്നുപോയവളായിരിക്കാം, നിന്നെ ചേർത്തു പിടിക്കാൻ ആരുമില്ലായിരിക്കാം. പക്ഷെ ദൈവം നിന്നെ മാനിക്കാൻ തുടങ്ങിയാൽ എസ്തേറെ, നിനക്ക് ഒതുങ്ങിയിരിക്കാൻ കഴിയത്തില്ല, നീ മാറി നിൽക്കാൻ കഴിയത്തില്ല. നീ മാറ്റി നിർത്തപ്പെടേണ്ടവളുമല്ല. നിന്നെ ചേർത്തു പിടിക്കാൻ, നിന്നെ ഹോണർ ചെയ്യാൻ, നിനക്ക് വേണ്ടി ഒരു റോയൽറ്റി വെളിപ്പെടുത്താൻ, നിന്നെ ബഹുമാനിക്കാൻ ഇന്നു രാത്രി കർത്താവ് റെഡി ആയിട്ടുണ്ട്. ജഗൽപ്രഭ, നിന്നയുടെ കല്ലുകളെ കർത്താവ് ഉരുട്ടി മാറ്റട്ടെ. നിന്നയുടെ കല്ലുകളെ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റുകയാ. നിന്നെ മാനിക്കുന്നൊരു ദൈവം. പ്രഭാതന, നിന്റെ കുടുംബത്തിനകത്ത് ആമേൻ, നിന്നെ നിന്ദിച്ച ചില വ്യക്തികൾ ഉണ്ടായിരിക്കാം. നിന്നെ നോക്കി നിന്റെ മുഖത്ത് നെഗറ്റീവ് വാക്കുകൾ പറഞ്ഞവരുണ്ടായിരിക്കാം. സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോയിട്ട്, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നിന്നിട്ട്, നീ ഇത്രയൊക്കെ പഠിച്ചു, നിനക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ട്, നീ കർത്താവിന് വേണ്ടി നിന്നാൽ എന്ത് ലഭിക്കുമെന്ന് പറഞ്ഞ് പല ചോദ്യങ്ങൾ നിനക്കുണ്ടായിരിക്കാം. എന്നാൽ കർത്താവ് പറയേ, കർത്താവിന് വേണ്ടി നിൽക്കുന്നതിനപ്പുറം വേറൊരു ബഹുമാനം ഈ ലോകത്ത് നമുക്ക് ലഭിക്കാനില്ല. ഹല്ലേലൂയ. ശുശ്രൂഷയ്ക്ക് വേണ്ടി നിന്നാൽ സ്വർഗത്തിലും ബഹുമാനം, ഭൂമിയിലും ബഹുമാനം. ഹല്ലേലൂയ. പ്രിയ കർത്താവിന്റെ ദാസിയോട് പരിശുദ്ധാത്മാവ് പറയുകയാ, ജീവിതത്തിൽ ഒത്തിരി വേദനയിലൂടെ കടന്നുപോയവളാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, എസ്തറിനെ പോലെ ജീവിതത്തിൽ ഒത്തിരി വേദനിക്കപ്പെട്ടവളാ. കർത്താവ് പറയുകയാ, ആമേൻ, പ്രിയ കർത്താവിന്റെ ദാസി, കർത്താവിന്റെ അഭിഷേകത്തെ, വരും ദിവസങ്ങളിൽ, വരും ആണ്ടുകളിൽ നിങ്ങളെ കുടുംബമായി കർത്താവ് ചിലയിടങ്ങളിൽ ഹോണർ ചെയ്യും. ഹല്ലേലൂയ. അത് വെറുതെ ഒരു ഹോണറിങ് ആയിരിക്കത്തില്ല. ഹല്ലേലൂയ. മോർത്തിക്കായെയും എസ്തേറിനെയും ദൈവം എങ്ങനെ മാനിച്ചോ അതുപോലെ ചില മാന്യതയുടെ പുതപ്പുകളെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ കൈമാറാൻ കർത്താവ് ആഗ്രഹിക്കുകയാ. ഹല്ലേലൂയ. ഭയങ്കര കോമ്പറ്റീഷൻ, ഭയങ്കര ജലസി, ഭയങ്കരമായിട്ട് കോമ്പറ്റീഷൻ ചെയ്യുന്ന പോലെ ഒരു സ്പിരിറ്റിനെ പരിശുദ്ധാത്മാവനെ കാണിക്കുക. അതിന്റെ നടുവിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ദൈവം ഉയർത്താൻ ആഗ്രഹിച്ചവനെ ഒരുത്തനും താഴ്ത്താൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവ് പറയുന്നു, ഒത്തിരി സഹോദരിമാർ അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ എസ്തറിനെ ദൈവം സെലക്ട് ചെയ്തതുപോലെ കർത്താവ് പറയുന്നു, പലയിടങ്ങളിൽ നിന്നും പലരും കാണുമായിരുന്നു, പക്ഷെ ദൈവം അവിശ്വസ്തയോടെ ഏൽപ്പിച്ചതിനകത്ത് കർത്താവ് എന്നോട് പറയുന്നു, അതിനകത്ത് ദൈവത്തിന് നിങ്ങളെ മാനിക്കാനുണ്ട്, നിങ്ങളുടെ കുടുംബത്തെ മാനിക്കാനുണ്ട്. ആമേൻ, ഹല്ലേലൂയ. വ്യത്യസ്തമായ ചില ചിന്തകൾ, വ്യത്യസ്തമായ ചില ശുശ്രൂഷകൾ, വ്യത്യസ്തമായ ചില കൃപാവരങ്ങളെ പരിശുദ്ധാത്മാവ് കൈമാറി ഈ ദിവസങ്ങളിൽ വലിയൊരു ദൈവിക ചലനത്തിന് വേണ്ടി, വലിയൊരു ദൈവിക പ്രവൃത്തിക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് കരങ്ങളെടുത്ത് ഉപയോഗിക്കുന്ന ദിവസങ്ങളാ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ. ആമേൻ. രൂത്തിനെ പോലെ വേദനപ്പെട്ട സാഹചര്യമാണോ?
ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവമാണോ? കർത്താവ് പറയുകയാ, യവക്കൊയ്ത്തിന്റെ ആരംഭത്തിന്റെ ഒരു സീസൺ നിനക്ക് വേണ്ടി ഞാൻ തുറക്കുന്നുണ്ട് കേട്ടോ. ഹല്ലേലൂയ. കൊയ്ത്തിന്റെ കാലം ഞാൻ നിനക്ക് വേണ്ടി തുറക്കുകയാ. ആമേൻ. രൂത്തിനോട് ചോദിച്ചാൽ രൂത്ത് പറയും, ഞാൻ വിതച്ചിട്ടില്ലാത്ത വയലിൽ ദൈവം എന്നെ കൊയ്യാൻ അയച്ചു. ഹല്ലേലൂയ. ഞാൻ വിതച്ചതല്ല, പക്ഷെ കൊയ്ത്തിന്റെ സമയമായപ്പോ ദൈവം എന്നെ കൊണ്ടുവന്നു. ഹല്ലേലൂയ. അത് മാത്രമല്ല, ആമേൻ, ഞാനൊരു ദാസിയായിരുന്നു, ഞാനൊരു വേലക്കാരത്തിയായിരുന്നു, പക്ഷെ ദൈവം എന്നെ ഒരു യജമാനത്തിയാക്കി മാറ്റി. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? ദൈവത്തെ മുറുകെ പിടിക്കാൻ തയ്യാറാണോ? വിട്ടുമാറാതെ കർത്താവിന്റെ സാന്നിധ്യം കൊതിക്കുന്നുണ്ടോ? കർത്താവ് പറയും, നിന്റെ പ്രതിഫലം കർത്താവാ. ഹല്ലേലൂയ. മനുഷ്യനല്ല നിനക്ക് പ്രതിഫലം തരുന്നത്, ദൈവം നിനക്ക് പ്രതിഫലം തരും. ദൈവം നിന്നെ മാനിക്കാനായിട്ട് ഇടയായി തീരും. രൂത്തിന്റെ ലൈഫിനകത്തും കരയുന്ന രാത്രികൾ ഉണ്ടായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടവളായിരുന്നു. പക്ഷെ നഷ്ടത്തെ ലാഭമാക്കി മാറ്റുന്ന ദൈവം അവളുടെ കൂടെ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ അവൾക്ക് നഷ്ടമായതിനെല്ലാം ദൈവം അവൾക്ക് മടക്കി കൊടുത്തു. ദൈവം അവളെ മാനിച്ചു, ദൈവം അവളെ ഉയർത്തി. ഇന്ന് രാത്രി കർത്താവ് പറയട്ടെ, ആത്മാവ് നിയോഗത്തോടെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിന്റെ ജീവിതത്തിനകത്തെ രാത്രികളെ, നീ കരഞ്ഞ യാമങ്ങൾക്കകത്ത് പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരു സൂര്യൻ ഉദിച്ചു വരുന്നത് പോലെ അന്ധകാരങ്ങളെ നീക്കി ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം ചിലതിനെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. ഒരു നിമിഷം ആത്മാവിൽ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? കഴിയുമെങ്കിൽ അന്യഭാഷകളിൽ ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. നമുക്ക് വേണ്ടി ഈ സമയം തുറക്കട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് മോർത്തിക്കായി പറഞ്ഞേ, ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ, എസ്തേറേ, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ രാജ്യത്തിന് രക്ഷ ഉണ്ടായിരിക്കത്തില്ല. അതുകൊണ്ട് നീ ഈ സമയത്ത് എഴുന്നേൽക്കണം, നീ കർത്താവിന് മുഴങ്കാൽ മടക്കണം, നീ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി കർത്താവ് പറയുകയാണ്, ഈ സമയത്ത്, ഈ രാത്രിയിൽ പല രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തികളോടും പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഈ ടൈം നീ വേസ്റ്റ് ആക്കരുത്. ഈ ടൈം നിനക്ക് വാല്യുബിൾ ആണ്. യേശുവിൻ നാമത്തിൽ നിന്റെ ജീവിതത്തിന്റെ ചരിത്രത്തെ തിരിക്കുന്ന, നിന്റെ ജീവിതത്തിന്റെ ഡെസ്റ്റിനിയെ തിരിക്കുന്ന ഒരു ദൈവപ്രവൃത്തി നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാ. അതിനെ മിസ്സാക്കി കളയാതെ, അതിനെ തള്ളിക്കളയാതെ ആ ദൈവപ്രവൃത്തിക്കകത്തേക്ക് എൻ്റർ ആകാൻ ഈ ടൈമിനെ നീ ഉപയോഗിക്കണം. ചില എസ്തേറുമാരെ കർത്താവ് എഴുന്നേൽപ്പിക്കുകയാ. ഈ തലമുറയുടെ എസ്തേറുമാർ എഴുന്നേൽക്കട്ടെ. ഓ ശലഭ രകതന വൈഡ പ്രഭനകടകസിയ. മരണത്തെ നീക്കുന്ന പ്രാർത്ഥനയിൽ, മരണത്തെ നീക്കുന്ന എസ്തേറുമാർ, പ്രാർത്ഥനയിൽ ബഹുമാതികൾ ദൈവത്തിന്റെ സാന്നിധ്യത്തെ കൊണ്ടുവരുന്ന എസ്തേറുമാർ, യേശുവിൻ നാമത്തിൽ ഭയമില്ലാത്ത എസ്തേറുമാർ, നിയോഗത്തിന് വേണ്ടി പേടിയില്ലാതെ സ്റ്റെപ്പ് വെക്കുന്ന എസ്തേറുമാർ, യേശുവിൻ നാമത്തിൽ 2026 ജൂലൈ മാസത്തിൽ ഞങ്ങൾ ആത്മാവിൽ പ്രവചിക്കുന്നു, കർത്താവേ, ഈ തലമുറയിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന, ദൈവ ശബ്ദത്തിന് വേണ്ടി നിൽക്കുന്ന, ഭയമില്ലാതെ ദൈവത്തിന് വേണ്ടി സ്റ്റെപ്പ് വെക്കുന്ന, ഓ റബലവ ശന്തൽ പ്രബലഗടഗദയ അർത്ഥൽ പ്രവചന റബതുനി ജഗൽ പ്രൗഷ്മാനിയാന്തനാദനെ ലീബ്രക സിയാർത്തന വൈഡൽ പ്രമനബലവ ശന്തന. വിസ്ഡമുള്ള എസ്തേറുമാർ, ജ്ഞാനമുള്ള എസ്തേറുമാർ യേശുവിൻ നാമത്തിൽ എഴുന്നേൽക്കട്ടെ. ലാസ്മൈറ്റാകദന വൈഷ്മൈറ്റേലിയാന. ഒന്നാമത്തെ വിരുന്നിന് എസ്തേർ മോർത്തിക്കായുടെ കാര്യം പറഞ്ഞില്ല, രണ്ടാമത്തെ വിരുന്നിനാണ് പറയുന്നത്. അവൾക്ക് അറിയാം എങ്ങനെയാണ് പറയേണ്ടത്, എങ്ങനെയാണ് ജ്ഞാനം ഉപയോഗിക്കേണ്ടത്. ഒരിക്കലും ഒരു വിഡ്ഢിത്തരം കാണിക്കാനല്ല, മറിച്ച് ദൈവ നിയോഗത്തിൽ ജ്ഞാനത്തോടെ ചില സ്റ്റെപ്പ് എടുക്കാൻ ദൈവം ഒരുവളുടെ ഹൃദയത്തെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തിയെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക, കർത്താവേ, എനിക്ക് എസ്തേറിനെ പോലൊരു ജ്ഞാനം, എസ്തേറിനെ പോലെ കർത്താവിന് വേണ്ടി നിൽക്കാൻ, ചിലതിനു വേണ്ടി പ്രയോജനപ്പെടാൻ, ഹോ റബല ഹടകജന വൈഷ്മനായിധിയ, ചിലതിനു വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ഇന്ന് രാത്രി കർത്താവേ, എന്നെ ഒന്ന് ഉപയോഗിക്കണമേ, എന്നെ ഒന്ന് ഉപയോഗിക്കണമേ കർത്താവേ. ഈ തലമുറയിൽ എന്റെ കരത്തെ പരിശുദ്ധാത്മ ഉപയോഗിക്കണം, എന്റെ അധരത്തെ ദൈവം ഉപയോഗിക്കണം, എന്റെ കാലുകളെ ദൈവം ഉപയോഗിക്കണം, എന്റെ ഭവനത്തെ ദൈവം ഉപയോഗിക്കണം, എന്റെ തലമുറയെ ദൈവം ഉപയോഗിക്കണം. എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട്? പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ദൈവ സാന്നിധ്യത്തിനകത്തൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ലാബ ഷിബേരിയാൻ തുലറിയാന Libra Katiribiam Tularabushasia, Raltiva Hamdala, Regatuna Janadana, Relbeliam Shamal Pramanagadagaya, ചില മരണത്തിന്റെ കെട്ടുകളെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് നീക്കം ചെയ്യുകയാണ്. ഹോ റബല ബൗഷാരബന്ധന. എല്ലാം അവസാനിച്ച് തീർന്നെന്ന് പറഞ്ഞ ശരീരത്തോട് വെല്ലുവിളിക്കുന്ന ചില പൈശാചിക രോഗശക്തികൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ അത് ഹീലാകട്ടെ. ലാകമ സകറ്റരദിയന ലീബ്ര കറ്റാരബദബ ഷൈഡമനഗഡഗ. എത്ര മരുന്ന് കഴിച്ചിട്ട് മാറാതെ തുടർമാനമായി
പൂർണ്ണമായി ആമേൻ രോഗാവസ്ഥയിൽ നിന്നെ അലട്ടുന്ന വിഷയങ്ങളിൽ നിന്ന് ഇന്ന് രാത്രി കർത്താവ് ചിലരെ സൗഖ്യമാക്കുകയാണ്. ദൈവത്തിന്റെ ഹീലിംഗിന്റെ കരം വെളിപ്പെടട്ടെ. ദൈവം സാക്ഷാൽ അവൻ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ഇന്ന് രാത്രി അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. സൗഖ്യം നിന്റെ അവകാശമാ, സമാധാനം നിന്റെ അവകാശമാ, അനുഗ്രഹം നിന്റെ അവകാശമാ. ഇന്നു രാത്രി അതിനെ തടയാൻ ഒരു ഹാമാനും കഴിയത്തില്ല. അതിനെ തടയാൻ ഒരു ഹാമാന്റെ പദ്ധതികൾക്കും കഴിയത്തില്ല. അതിനെ തടയാൻ ഹാമാന്റെ നിഗൂഢ ചിന്തകൾക്ക് കഴിയത്തില്ല. ഇന്നു രാത്രി അതിനെ പൊട്ടിച്ചുകൊണ്ട് ദൈവ മക്കൾ അതിന്റെ അവകാശത്തിലേക്ക് പ്രവേശിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. പ്രവാചനാർത്ഥന ജഗൽ പ്രവനബലവ ഷൈഡമാനബദന റീബൽ പ്രൗഢബലബലവ ഷൈഡരഗരഗസിയാന്തന. യേശുവിൻ നാമത്തിൽ ദൈവ ശക്തി ചലിക്കട്ടെ. വിശ്വസിക്കുന്നവരുടെ മേൽ ഇന്ന് രാത്രി അത് വ്യാപരിച്ചു തുടങ്ങട്ടെ. ഓ റാബ ഖച്ചരദിയ റീബൽ പ്രൗഢമനവലവ ഷൈഡമനവരവരവ റീകമനഘടകൽ ഖമനഘടക സന്തൽ പ്രവചനാദന. ഒരു വലിയ ദൈവ ശക്തി ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. കൈ തൊടാതെ, മനുഷ്യന്റെ കരമില്ലാതെ സാന്നിധ്യത്തിനകത്ത് ഇന്ന് രാത്രി ചില കുടുംബങ്ങൾക്കകത്ത് വിടുതൽ വ്യാപരിച്ചു തുടങ്ങട്ടെ. നിന്നെ ഒതുക്കാൻ ഒരു രോഗത്തിനോ ഒരു ശക്തിക്കോ ഒരു പാപത്തിനോ ഒരു അധികാരത്തിനോ ഒരു ലോകത്തിനോ ഇന്ന് രാത്രി കഴിയത്തില്ല. ഇന്ന് രാത്രി നീ അതിനെ ജയിക്കും. ആത്മാവിൽ ജയിക്കും. ആത്മാവിൽ ജയിക്കും. ദൈവജനം ഇന്ന് രാത്രി ആത്മാവിൽ ജയിച്ചു കയറട്ടെ യേശുവിൻ നാമത്തിൽ. രാമസീഖമനഘടകധന വൈഷ്മനദലധന അധുരമനഘടകജന വൈഷ്പ്രഭാധന റകൽഖമനഘടകധുനി അന്തൽ പ്രഭജന അധിപരഘടകലക ഷൈഡമാനവന്തനം അർത്ഥൽ പ്രഭജന റിബാരകസി ഹന്തൽ ജനാർത്ഥന വേദൽ പ്രൗഢമനവലവ ഷൈഡമാനവധന. ഹാമാന്റെ പ്ലാനുകൾ യേശുവിൻ നാമത്തിൽ ഇന്നു രാത്രി ആത്മാവ് ഞങ്ങൾ അതിനെ ബ്രേക്ക് ചെയ്യുകയാണ്. ദൈവ പ്രവർത്തികൾ ആരംഭിക്കട്ടെ. ദൈവ പ്രവർത്തികൾ ആരംഭിക്കട്ടെ. ഈ യാമത്തിൽ രാജ്യങ്ങളെ നോക്കി ഞങ്ങൾ പ്രവചിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഓസ്ട്രേലിയ നോക്കി പ്രവചിക്കുന്നു. കർത്താവ് ഈ അഭിഷക്തിയും കുടുംബത്തെ ഞങ്ങൾ യേശുവിൻ നാമത്തിൽ ദൈവ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരെ കർത്താവ് രാജ്യത്തിലാക്കിയെങ്കിൽ അതിന്റെ പിറകിലുള്ള ദൈവത്തിന്റെ പദ്ധതികൾ വെളിപ്പെടട്ടെ. അതിന്റെ പിറകിൽ ചലിക്കുന്ന എല്ലാ ഹാമാന്യ സ്പിരിറ്റുകളെ ഞങ്ങൾ ആത്മാവിൽ ബ്രേക്ക് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ഇവർ കർത്താവിന് വേണ്ടി തല ഉയർത്തട്ടെ. ഇവരുടെ സഭ ആത്മാവിൽ ഉയർത്തപ്പെടട്ടെ. ദൈവത്തിന്റെ ഉണർവിന്റെ ശക്തി ആ ദേശത്തിനകത്ത് വീണ്ടും കൈമാറുവാൻ ഈ സഭയെ പരിശുദ്ധന്മ ഉപയോഗിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാ. കർത്താവ് വിവിധ രാജ്യങ്ങളിൽ നിന്ന് കയറിയിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ ഇന്നു രാത്രി ദൈവ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യം വ്യാപരിക്കട്ടെ. കർത്താവ് അന്നു രാത്രി രാജാവിന്റെ ഉറക്കം പോയി ദിനവൃത്താന്ത പുസ്തകം എടുത്ത് കർത്താവ് മോർത്തിക്കായി സ്വർഗം അടുത്ത് മാനിച്ചതുപോലെ ഇതിനകത്ത് കർത്താവ് വലിയ ബഹുമതികൾ വെളിപ്പെടട്ടെ. വലിയ ഹോണറിങ് വെളിപ്പെടട്ടെ. കർത്താവ് രാജകീയമായത് ചിലത് കർത്താവെ വചനം പറയുന്നത് പോലെ നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാക്കി ദൈവം ഞങ്ങളെ മാറ്റിയതിനായിട്ട് നന്ദി അപ്പ. അന്ധകാരത്തിൽ ഞങ്ങളെ ഹോൾഡ് ചെയ്യാൻ കഴിയത്തില്ല. അത്ഭുത പ്രകാശത്തിൽ ദൈവം ഞങ്ങളെ ആക്കിയിരിക്കാൻ നന്ദി പറയുന്നു. ഈ ജനത്തെ യേശുവിൻ നാമത്തിൽ ബ്ലെസ് ചെയ്യുന്നു കർത്താവേ. ഈ ചർച്ചിനെ പ്രിയ കുടുംബത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ യാമങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ ദൈവം കർത്താവെ തന്നത് അടുത്ത മിനിറ്റുകൾ അടുത്ത മണിക്കൂറുകളിൽ അത്ഭുതത്തിന്റെ സാക്ഷ്യങ്ങളെ ഞങ്ങളുടെ മേൽ സ്വർഗം കൈമാറുന്നതിന് നന്ദി പറയുന്നു. ഈ വചനം കർത്താവിന്റെ പ്രവൃത്തി ചെയ്ത് മടങ്ങി വരുന്നതായിട്ട് നന്ദി അപ്പ. ദൈവജനത്തെ ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കരം ചലിക്കും. ദൈവത്തിന്റെ മഹത്വം വ്യാപരിക്കും. അത്ഭുതമാക്കി മാറ്റും. സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. എസ്തേറിന്റെ പുസ്തകത്തിനകത്ത് നടന്നതുപോലെ ചില ദൈവ പ്രവൃത്തികൾ ഈ യാമത്തിൽ സ്വർഗം നമുക്ക് വേണ്ടി ചെയ്തിരിക്കുകയാണ്. അടുത്ത മീറ്റിങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ദൈവം ചില ടെസ്റ്റ് മണികൾ നമ്മുടെ ലൈഫിൽ കർത്താവ് കൈമാറും. അത് കേൾക്കാൻ കർത്താവ് ഇടവരുത്തട്ടെ. ആമേൻ. ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കുന്ന കർത്താവിന്റെ ദാസിയോടും കുടുംബത്തോടുമുള്ള നന്ദിയെ സ്നേഹത്തെയും അറിയിക്കുന്നു. നിങ്ങൾ എന്നെ ഓർത്തും കുടുംബത്തെ ഓർത്തും പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ആമേൻ. Amen. Hallelujah. Hallelujah. Amen. കർത്താവ് നമ്മളെ കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിനെ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ആമേൻ. എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. പ്രിയ കർത്താവിന്റെ ദാസി പറഞ്ഞതുപോലെ ആമേൻ, സ്തോത്രം. അടുത്ത ആഴ്ച ആമേൻ ഒരു അത്ഭുതത്തിന്റെ വിടുതലിന്റെ സാക്ഷ്യമായി. ഹല്ലേലൂയ. ആമേൻ. ഈ രാത്രിയുടെ യാമങ്ങളിൽ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നാം പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നാം ദൈവത്തിന് ആരാധന കൊടുക്കുമ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് വേണ്ടി
വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ചില കഴുകുമരങ്ങൾ, സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. മരണത്തിന്റെ ചില നീക്കങ്ങൾ, ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ശത്രുവായവൻ തടഞ്ഞു വെച്ചിരിക്കുന്ന ചില മണ്ഡലങ്ങളിൽ മേൽ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ഒരു ജയം, ഹല്ലേലൂയ. ആമേൻ. മരണത്തെ, ആമേൻ, ഹല്ലേലൂയ, ജയിച്ചുയർത്തെഴുന്നേറ്റ, ആമേൻ, കർത്താവിന്റെ ആ പുനരുത്ഥാനത്തിന്റെ ശക്തിയിലുള്ള ഒരു ജയം, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ കർത്താവിന്റെ ദാസിയിലൂടെ ആമേൻ ദൈവം നമ്മളെ കേൾപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട, ആമേൻ, സ്തോത്രം, ദൈവത്തിന്റെ ശബ്ദത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവിന്റെ ദാസിയെയും കുടുംബത്തെയും, ആമേൻ, പ്രിയ ഇങ്ങനെയൊക്കെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ആമേൻ. ഇത്രത്തോളം സമയം, ആമേൻ, ഞങ്ങൾക്ക് വേണ്ടി തന്നതിനും, ആമേൻ, ശക്തമായിട്ട് ദൈവത്തിന്റെ ശബ്ദം ഞങ്ങളെ കേൾപ്പിച്ചതിനും ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഒരു എസ്തേറിനെ പോലെ, ആമേൻ, ദൈവം, ആമേൻ, സിസ്റ്ററിനെയും ഉപയോഗിക്കട്ടെ. സ്തോത്രം. ആമേൻ. ആമേൻ. ജൂബി സിസ്റ്റർ, ആമേൻ, സിസ്റ്ററിനെയും കുടുംബത്തെയും, ആമേൻ, അവരുടെ ശുശ്രൂഷയും ഏൽപ്പിച്ച്, ആമേൻ, ഇന്നത്തെ മീറ്റിംഗിന് അനുഗ്രഹത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ മീറ്റിംഗിന് അവസാനിപ്പിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് യു ജീസസ്. നന്ദി കർത്താവെ, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ദൈവമേ കർത്താവെ, കർത്താവെ, ഹല്ലേലൂയ, സ്തോത്രം കർത്താവെ. കർത്താവെ, ഞങ്ങൾക്ക് കിട്ടിയ വചനം കർത്താവെ, ഹല്ലേലൂയ കർത്താവെ, ഹല്ലേലൂയ കർത്താവെ, ദൈവമേ കർത്താവെ, കർത്താവെ, അവിടെ നൽകിയ കർത്താവെ, ഹല്ലേലൂയ വചനങ്ങൾ കർത്താവെ, ഹല്ലേലൂയ, ഞങ്ങൾ മേൽ ക്രിയ ചെയ്യാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ, ഹല്ലേലൂയ, സ്തോത്രം കർത്താവെ. കർത്താവെ, കർത്താവിന്റെ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ കർത്താവെ, അനുഗ്രഹിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ കർത്താവെ, ഞങ്ങൾ കർത്താവെ, കർത്താവ് മുമ്പോട്ട് കർത്താവെ വിടാത്ത ശക്തികളെല്ലാം ദൈവമേ ഞങ്ങൾ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ, ഹല്ലേലൂയ, സ്തോത്രം കർത്താവെ. ഈ മീറ്റിങ്ങിനെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ശുശ്രൂഷ കർത്താവെ നേരിടുന്ന ക്രിസ്ത്യൻ സിസ്റ്ററിനെ കുടുംബത്തിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത്, ഇതിനകത്ത് ഉള്ള ഓരോ പേരെ കർത്താവെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ അവരെല്ലാം ഓർത്ത് ബ്ലസ് ചെയ്യണം കർത്താവെ. കുടുംബത്തെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ കർത്താവെ. ദൈവമേ കർത്താവെ, സകലം കർത്താവിന്റെ യേശുവിന്റെ നാമത്തിൽ താഴ്മ അപേക്ഷിക്കുന്ന കൃപ തോന്നി കേൾക്കണേ കർത്താവെ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു ജൂബി സിസ്റ്ററെ. താങ്ക് യു മിനി സിസ്റ്റർ. ഒരു പ്രാവശ്യം കൂടി കർത്താവിന്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. ആമേൻ. കുടുംബമായിട്ട് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. താങ്ക് യു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.